മഞ്ചേരിയുടെ പരിസരത്ത് വെച്ച് ഒരു കോൺക്രീറ്റ് വാഹനം മറിയുകയും ആ കോൺക്രീറ്റ് വാഹനത്തിലുള്ള 28ഓളം വരുന്ന ഹിന്ദി വാർപ്പിൻ്റെ തൊഴിലാളികൾ അതിൻ്റെ അടിയിൽപ്പെടുകയും അവരെയെല്ലാം കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്ന് ബസ്സിലാണ് കൊണ്ടുവരുന്നത്. അഥവാ കോഴിക്കോട് റോഡിലോടുന്ന ബസ്, അതിലുള്ള ആളുകളെല്ലാം ഇറക്കി മാറ്റിയിട്ട് ആ ബസ്സിലേക്ക് ഈ രോഗികളെ മുഴുവൻ വലിച്ചു കയറ്റി മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിൽ വന്നപ്പോൾ ആരുമില്ലാത്ത സമയം എത്രയോ ആളുകൾ വന്ന് കിടക്കുന്നു. ഇവരെയെല്ലാം നമ്മളെ പഞ്ചസാര ചാക്കും മൈദച്ചാക്കൊക്കെ പുറത്ത് വെച്ച് പോകുന്ന മാതിരി കാഷ്വാലിറ്റിൻ്റെ ടേബിളിൽ കൊണ്ടുപോയിട്ടു. എല്ലാ ആളുകളെയും റെഫർ ചെയ്തു. അവസാനം 3 പേരെ റെഫർ ചെയ്യാൻ വാഹനമില്ല, ഒരൊറ്റ വണ്ടിയുള്ളൂ, സാന്ത്വനത്തിൻ്റെ ആംബുലൻസ്. 2 ഭാഗത്തും ഒരാളെയും നടക്കുന്ന വഴിയിൽ ഒരാളെയും കിടത്തി. ഈ വാഹനം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നവേ പുളിക്കലിൽ വെച്ച് നമ്മുടെ വണ്ടി ആക്സിഡൻറ്റ് പറ്റു. നമ്മളെ വണ്ടിയിൽ കൂൾ ബാറിലൂടെ കയറി ഇറങ്ങി. എൻ്റെ ശരീരത്തിലുള്ള ബ്ലഡ് എല്ലാം കണ്ട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾ നോക്കിക്കോളാം. ആ വണ്ടിയും കൊണ്ട് ഞാൻ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. എല്ലാവരെയും ഇറക്കി. പോരുന്നവേ 2 പേർ അതിൽ നിന്ന് മരണപ്പെട്ടു ആ ആക്സിഡൻറ്റിൽ നിന്ന്. ഈ 2 പേരെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാമ്പത്തികമായിട്ടില്ല എന്ന് പറയുകയും അതിലൊരു വണ്ടി, നമ്മുടെ വണ്ടി തട്ടിയ വണ്ടിയും കൊണ്ട് ഞാൻ പോകാമെന്ന് ഏൽക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ആ വണ്ടിയിലേക്ക് കയറ്റിയപ്പം അതിൻ്റെ കുറച്ച് ആളുകൾ എന്നോട് പറഞ്ഞിട്ട് ഇതിൽ 2 രോഗിനെയും കൂടി കൊണ്ടുപോകാൻ പറ്റുമോ. ആദ്യമായി എനിക്ക് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, എൻ്റെ ഉപ്പയുടെയും എൻ്റെ ഉമ്മയുടെയും ഒക്കെ പ്രായമുള്ള ആളുകളാണ് ഈ മജ്ലിസിൽ ഏകദേശമുള്ളത്. എനിക്ക് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, എൻ്റെ ഭാഷണം വലിയ ചാതുര്യമുള്ള ഭാഷണം ആകുകയില്ല. സാന്ത്വനവുമായി ബന്ധപ്പെട്ടതാകുമ്പം രോഗി പരിചരണം, രോഗികളുടെ അടുത്ത് പോയിട്ട് നമ്മൾ നല്ല ശുദ്ധ മലയാളം പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഭാഷണത്തിൽ ആർക്കെങ്കിലും വല്ല വിഷമങ്ങളൊക്കെ തോന്നിയാൽ ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ നിങ്ങൾ മറക്കുക. കാരണം അതിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ് ഈ ഒരു സദസ്സ് കൊണ്ട് നിങ്ങളുടെ ആഖിറം നഷ്ടപ്പെടുത്തരുത് എന്നൊരാഗ്രഹം എനിക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എനിക്കിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാനിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണവും സാന്ത്വനമാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ആതുര സേവന പ്രവർത്തനവുമായി മുന്നിട്ടിറങ്ങുന്ന നാം ഒക്കെ മനസ്സിലാക്കിയത്, ഇതാർക്കോ വേണ്ടി നാം ചെയ്യുന്ന ഒരു സംവിധാനമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കിയത് ഇതാർക്കോ വേണ്ടി ചെയ്യുന്ന, ബഹുവന്യരായ ഉസ്താദ് അവറുകൾ നമ്മുടെ മജ്ലിസിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയത്, സാന്ത്വനം എന്നൊരു സംവിധാനം, അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു സേവനം, അതാർക്കോ വേണ്ടി നാം കൊടുക്കുന്ന ഒരു സേവനമാണ് എന്നാണ്. തെറ്റിദ്ധരിച്ചു പോയ ആളുകളൊക്കെ തിരുത്തപ്പെടേണ്ടതുണ്ട്. നാളെ നാം ഓരോരുത്തരും വീൽ ചെയറുകളിലും കിടപ്പ് പാഴയിലും മന്തി ഉറങ്ങുമ്പോൾ സ്വന്തം മലമൂത്ര വിസർജന പോലും വൃത്തിയാക്കാൻ കഴിയാതെ മലത്തിലും മൂത്രത്തിലുമായി നാം കിടന്നിറങ്ങുമ്പോൾ നമ്മെ വൃത്തിയാക്കാൻ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും നമ്മുടെ വളണ്ടിയർമാർ പാഞ്ഞു വരേണ്ട ഒരു ഗതികേട് നമ്മുടെ കുടുംബത്തിനുണ്ടാകാൻ പാടില്ല. നമ്മുടെ കുടുംബത്തിൽ അതിന് പറ്റുന്ന ഒരു രൂപത്തിലുള്ള നമ്മുടെ യുവത്വം തുളുമ്പുന്ന യുവാക്കളിൽ നിന്ന്, നമ്മുടെ വീട്ടിലെ മക്കളിൽ നിന്ന്
നമ്മുടെ ഉമ്മയെയും വൃത്തിയാക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. മറ്റൊരുത്തൻ വന്ന് നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും മലമൂത്ര വിസർജനം ചെയ്യുന്ന ഭാഗം വൃത്തിയാക്കുന്നതിലേറെ ഉപകാരപ്പെടുക നമ്മുടെ മക്കൾ നമുക്ക് ചെയ്യുന്ന സേവനമാണ്. ആ സേവനം നമ്മൾ കാണണമെങ്കിൽ നാം ഓരോരുത്തരും പറയാറുണ്ട്, കണ്ണുള്ളവനെ കണ്ണിൻ്റെ കാഴ്ച അറിയുള്ളൂ, കണ്ണ് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ കാഴ്ച അറിയുകയെന്നുള്ളത്. നമ്മൾ അസുഖബാധിതനായി കിടന്ന് ഒരു മനുഷ്യൻ്റെ ശരാശരി ഒരു മനുഷ്യൻ 3 ദിവസം സ്വന്തം കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ വന്നാൽ അദ്ദേഹത്തിൻ്റെ പുറം ഭാഗം, അദ്ദേഹത്തിൻ്റെ ബാക്ക് ഭാഗം 4 സ്ഥലങ്ങളിലായിട്ട് പൊട്ടിമുറിവ് വീഴും. ഈ മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ ഒരു മനുഷ്യനുമില്ല എങ്കിൽ ആ 6ാമത്തെ ദിവസം ആ മനുഷ്യന്റെ ശരീരഭാഗങ്ങളിൽ നിന്ന് വലിയ വലിയ പുഴുക്കൾ ഉത്ഭവിക്കപ്പെടും. നമ്മുടെ നാട്ടിലെ രോഗികൾക്ക് വേണ്ടി നമ്മൾ വീൽ ചെയറുകളും വാട്ടർ ബെഡുകളും എയർ ബെഡുകളും തലപൊക്കുന്ന കട്ടിലുകളും എല്ലാം കൊടുക്കുമ്പോഴും നാം മനസ്സിലാക്കണം, നാളെ ഇതേ ഒരവസ്ഥയിൽ നാം കടന്നു കഴിഞ്ഞാൽ നമ്മെ തിരിഞ്ഞു നോക്കാൻ നമ്മുടെ നാട്ടിൽ നിന്നുള്ള യുവാക്കൾ തയ്യാറായിട്ടില്ല എങ്കിൽ, നമ്മുടെ മക്കൾ തയ്യാറായിട്ടില്ല എങ്കിൽ വളരെയധികം വേദനാജനകമായ കാഴ്ച നാം നമ്മുടെ കിടപ്പറയിൽ കാണേണ്ടി വരുമെന്ന സത്യം നാം തിരിച്ചറിയാതെ പോകരുത്. പാവപ്പെട്ട ഞാൻ ഏകദേശം 13 വർഷക്കാലമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് സാന്ത്വന പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഒരു എളിയ പ്രവർത്തകനാണ്. അതിലുപരി ഒരു ആംബുലൻസിലെ ഡ്രൈവറും കൂടിയാണ്. നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വർഷക്കാലം ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീവിതകാലത്ത് മുഴുവൻ നമ്മുടെ സമ്പത്തുകളെല്ലാം നമ്മൾ ഒരു കൂട്ടി വെച്ച് നമ്മുടെ സ്വന്തം മക്കളെ വിവാഹം കഴിക്കാൻ സ്വർണവും പണവും എല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷമേ നമ്മുടെ മക്കളുടെ കല്യാണം നടത്താൻ നമ്മൾ തയ്യാറാവുകയുള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഒരു മക്കളുടെയും കല്യാണം നടക്കുകയില്ല എന്ന കാര്യം നാം ഓർക്കണം. നാമൊക്കെ വീട്ടിലെ പെരുന്നാളുകളും നോമ്പുകളൊക്കെ വരുമ്പോൾ നമ്മുടെ പുതുവസ്ത്രങ്ങളെല്ലാം നാം വാങ്ങി വെക്കാറുണ്ട്. ആർക്കാണ് ധൈര്യം പറയാൻ പറ്റുക ആ പുതിയ വസ്ത്രങ്ങളെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും, നമുക്കതെല്ലാം കൊടുത്ത് പെരുന്നാളിന് കൂടാൻ പറ്റും എന്ന് ആർക്കാണ് ധൈര്യം പറയാൻ പറ്റുക? നേരെ മറിച്ച് നമ്മുടെ വീട്ടിൽ നമുക്ക് എപ്പോഴും വാങ്ങി വെക്കാൻ പറ്റിയ ഒന്നുണ്ട്. അത് 3 കഷ്ണം തുണിയാണ്, നമ്മുടെ കഫം പുടവയാണ്. ഒരു ദിവസം നമുക്കത് ഉപയോഗപ്പെടും. പക്ഷെ ആ രൂപത്തിൽ നമ്മുടെ മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യൻ അപ്പോഴും അഹങ്കരിക്കുകയാണ്. എൻ്റെ എല്ലാ ജീവിതവും കഴിഞ്ഞ് ഞാൻ എല്ലാ വിഷയത്തിനും തികഞ്ഞ ഒരാളാണ് എന്ന ഒരു മനോഭാവം മനുഷ്യ ഹൃദയങ്ങളിൽ വന്നുകൂടിയെടുത്താണ് നമ്മൾ ജീവിച്ചിരിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സമ്പത്ത് കൊണ്ട് എല്ലാം നേടിയെടുക്കാമെന്ന് കരുതിയ ഒരു സമൂഹം, എൻ്റെ സമ്പാദ്യം കൊണ്ടും എൻ്റെ സമൂഹത്തിനെ കൊണ്ടും ഒരുപാട് സംവിധാനം ചെയ്തെടുക്കാമെന്ന് പറ്റിയ ഒരു സമൂഹം. എന്തേ കേരളം ലോകമൊട്ടാകെ വിറപ്പിച്ച 2 പ്രളയങ്ങളെല്ലാം കഴിഞ്ഞുപോയി. കോവിഡ് എന്ന മഹാമാരി കഴിഞ്ഞുപോയി. വീട്ടിൽ കിടക്കുന്ന 4ഓ 5ഓ കാറുകൾ, കോടികൾ വില മതിക്കുന്ന കാറുകൾ സ്വന്തം വാപ്പ മക്കൾക്ക് വാങ്ങിക്കൊടുത്തതാണ് എങ്കിൽ ആ മക്കൾ ബാപ്പയുടെ മയ്യത്ത് ആ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു PP കിറ്റ് ഇട്ടിട്ട് പോലും ആ മയ്യത്ത് മറവ് ചെയ്യാൻ പള്ളിക്കാട്ടിലേക്ക് വരാത്ത കേരളമാണ് നമ്മുടെ രാജ്യം. പള്ളിയുടെ സ്ഥലം കൊടുത്തത് ആ ഉപ്പ, വീട് ബംഗ്ലാവ് കെട്ടിയത് ആ ഉപ്പ, മക്കൾ സഞ്ചരിക്കുന്ന കോടികൾ വില മതിക്കുന്ന കാറുകൾ. എന്നിട്ട് സാന്ത്വനത്തിൻ്റെ 8ഓ 10ഓ വളണ്ടിയർമാർ, പാവങ്ങൾ, ഞങ്ങൾ രാത്രി 2:30 മണിക്ക് ഓരോ ഖബർസ്ഥാനികളിൽ നിന്നും എണീറ്റ് വരുമ്പോൾ ഞങ്ങളുടെ അടുക്കലേക്ക് ക്യാഷ് നീട്ടുകയാണ്. ക്യാഷ് തന്നാൽ തീരാവുന്ന ഒരു പണിയാണ് എന്ന് കരുതിയവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സാന്ത്വനത്തിൻ്റെ കേരളത്തിലും ലോകത്തുമുള്ള ഒരൊറ്റ പ്രവർത്തകൻ പോലും 1 രൂപ പോലും, നിങ്ങളുടെ നയാ പൈസ പോലും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങൾ അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സ്വർഗം മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളത് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിൽ എത്ര മയ്യത്തുകൾ നമ്മൾ മറവ് ചെയ്തു, കുളിപ്പിക്കാൻ സാഹചര്യം തന്നില്ല. എത്ര മയ്യത്തുകൾ നമ്മൾ കുളിപ്പിക്കാതെ മറവ് ചെയ്യേണ്ടി വന്നു. നാം ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നാം ഒക്കെ തികഞ്ഞ ആളുകളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സ്വന്തം ശരീരത്തിന് പോലും ഒരു ദിവസം അറപ്പ് വരുന്ന രൂപത്തിലുള്ള ശരീരമാണ് എൻ്റെതും നിങ്ങളതും എന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. ജീവിതത്തിൽ നമുക്കൊന്നും നേടാനില്ല.
സമ്പത്ത് കൊണ്ട് നേടാനില്ല, സൗകര്യം കൊണ്ട് നേടാനില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ മക്കളെ ആതുര സേവന രംഗത്തേക്ക് പറഞ്ഞു വിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കോ തിരൂർ ജനറൽ ഹോസ്പിറ്റലിലേക്കോ ഒരു ദിവസത്തെ സേവനം ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചത് കൊണ്ട് നമ്മുടെ ഈ ലോകം ഇല്ലാതായി പോകുകയൊന്നുമില്ല. 30 ദിവസം സ്വന്തം ആയുഷത്തിന് വേണ്ടി, 29 ദിവസം സ്വന്തം ആയുഷത്തിന് വേണ്ടി നാം ജീവിക്കുമ്പോൾ ഒരു ദിവസം സ്വന്തം ആഖിറത്തിന് വേണ്ടി ജീവിക്കാനുള്ള SYS മുന്നോട്ട് വെച്ച ഈ പ്രക്രിയ നമുക്ക് ഈ നാട്ടിൽ എത്ര യുവാക്കളുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന പല ആളുകളും നമ്മുടെ ഇതര പ്രദേശങ്ങളിലുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ വളണ്ടിയർമാരാണ്. ഈ നാട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത് 100 കണക്കിന് യുവത്വം തുളുമ്പുന്ന യുവാക്കൾ ഈ നാട്ടിലുണ്ട്. SYSന്റെ പ്രവർത്തകരാണ്. ഒരു ദിവസം നമ്മുടെ ഹോസ്പിറ്റലുകളിലേക്ക് സേവനം ചെയ്യാൻ നാം തയ്യാറാവണം. കാരണം എന്തിന്? ഹോസ്പിറ്റലിൽ വന്ന് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോൾ അതിലുപരി നാം നേടിയെടുക്കുന്നത് സ്വന്തം ഉമ്മയെ, രോഗശയ്യയിൽ കിടക്കുന്ന ഉമ്മയെ കുളിപ്പിക്കാനുള്ള ഒരു പ്രാപ്തി നേടലാണ്. സ്വന്തം ഉപ്പയെ മലമൂത്ര വിസർജനത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ സഹായം തേടാതെ, സ്വന്തം ബാപ്പയുടെ ഔറത്ത് മറ്റൊരുത്തനക്ക് കാണിച്ചു കൊടുക്കാതെ, സ്വന്തം മക്കളുടെ കൈകൊണ്ട് ഗ്ലൗസ് പോലും ഉപയോഗിക്കാതെ സ്വന്തം മക്കളുടെ കൈകൊണ്ട് വൃത്തിയാക്കുന്ന അവസ്ഥയിലേക്ക് എത്താനാണ് ഈ സംവിധാനങ്ങളെല്ലാം നാം ഒരുക്കി കൂട്ടുന്നത്. എനിക്കറിയാം, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എത്രയോ ആളുകൾ നമ്മുടെ അടുത്ത് വന്നിട്ട് രാവിലെ വന്ന ഉമ്മ, ആ ഉമ്മയുടെ കൂടെ ആരുമുണ്ടാവില്ല. കാരണം എന്താ? ഉമ്മക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് ഉപ്പ പണിക്ക് പോയതാണ്, മക്കൾ പണിക്ക് പോയതാണ്. അവർ എത്തുമ്പോഴേക്കും ഉമ്മ ഈ ലോകത്തോട് വിട പറയാൻ സാധ്യതയുള്ളത് കൊണ്ട് നാട്ടിലെ ആളുകൾ വിളിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഉമ്മക്ക് മകനായി നിൽക്കാൻ നമ്മളെ പോലത്തെ സാന്ത്വനത്തിൻ്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞാൽ നാളെ നമ്മൾ പണിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഉമ്മ, ഉപ്പ, ജ്യേഷ്ഠാനുജന്മാർക്ക് ഇതുപോലെ വല്ല അസുഖവും വന്ന് വല്ല ആക്സിഡൻറ്റും വന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് മക്കളായിട്ട് ഒരു പറ്റം സമൂഹം അവിടെ കാത്തിരിപ്പുണ്ടാവും. നിങ്ങൾക്ക് എല്ലാ ചികിത്സയും നൽകാൻ നിങ്ങളുടെ മക്കളോട് പറയുന്നതിലേറെ നിങ്ങൾക്ക് പറയാൻ പറ്റിയ പുഞ്ചിരിക്കുന്ന മുഖമായി ഒരു മനുഷ്യരോട് കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ നാം മനസ്സിലാക്കി, നമ്മളുടെ ജീവിതം നമ്മളെല്ലാം തികഞ്ഞ ആളുകളാണ്. 22 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ ബൈക്കിലൂടെ വന്ന് കാഷ്വാലിറ്റിൻ്റെ മുന്നിലേക്ക് നിൽക്കുന്നു. നിന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, എനിക്ക് നെഞ്ചുവേദനയാണ്. ഡോക്ടറുടെ മുമ്പിൽ നിന്ന് ECG മറ്റുള്ള സംവിധാനങ്ങളും എടുക്കാൻ വേണ്ടി നമ്മുടെ കട്ടിലേക്ക് കിടക്കാൻ വേണ്ടി ഡോക്ടർ പറയുന്നതിൻ്റെ 2 അടി വെച്ചപ്പോഴേക്കും ആ മനുഷ്യൻ നിലത്ത് വീഴുകയാണ്. വയസ്സ് 22, മരണപ്പെടുകയാണ്. അഹങ്കരിക്കാൻ ഒന്നുമില്ല മക്കള്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഹങ്കരിക്കുമ്പോൾ നാം ഒക്കെ മനസ്സിലാക്കണം, ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞൊരു അസുഖം നമ്മളൊക്കെ കാണുന്നുണ്ട്. എന്താണ് ഹാർട്ട് അറ്റാക്ക്? ഉസ്താദുമാരെ ഇരുത്തിക്കൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ പ്രയാസമുണ്ട്. എന്നിരുന്നാൽ ഏതാനും 1-2 വിഷയങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പഠിക്കേണ്ടതുള്ളത് കൊണ്ട് മഞ്ചേരിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ഹാർട്ട് അറ്റാക്കായ ആളുകളെ ഒന്ന് എന്താണത് സംഭവിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു, അല്ല അതിപ്പോൾ നാളെ പോസ്റ്റ്മോർട്ടം ഉണ്ടോ ചോദിച്ചു. അപ്പോൾ അതൊക്കെ ചോദ്യം നമുക്ക് വരും. കാരണം അവിടെ അന്യ സംസ്ഥാനക്കാർ മരണപ്പെട്ടാലും ആളില്ലാത്ത ആളുകൾ മരിച്ചാലൊക്കെ കോള് നമ്മളെ സാന്ത്വനത്തിൻ്റെ ഓഫീസിലേക്കാണ് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ ഒരു ഹിന്ദിക്കാരൻ്റെ മയ്യത്തുണ്ട് സാറേ, ഞാനത് ചെയ്യണ സമയത്ത് നൗഫലിനെ വിളിക്കാം. അങ്ങനെ സാറത് വിളിച്ചു. അത് പോസ്റ്റ്മോർട്ടം ചെയ്യണ സമയത്ത് എന്നെ വിളിച്ചു. ഞാൻ മോർച്ചറിയിലേക്ക് കയറുക. അവിടെ നമ്മൾ ഈ കന്നുകാലികളെ അറുത്തിട്ടതുപോലെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ മനുഷ്യ ഹൃദയം വെട്ടിപ്പൊളിച്ച് വെച്ചിരിക്കുകയാണ്. അവിടെ ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു ഞരമ്പ് കാണിച്ചു തന്നപ്പോഴാണ് ആരാണ് നമ്മൾ, അഹങ്കരിക്കാൻ എന്ത് വകയാണ് നമുക്കുള്ളത് എന്ന് മനസ്സിലായത്. ഒരു നൂലിൻ്റെ വണ്ണമുള്ള ഒരു ഞരമ്പിലൂടെ പോകുന്ന ബ്ലഡ്, അതിൽ ഒരു ചായപ്പൊടി പോലത്തെ ഒരു സാധനം കുടുങ്ങിയാൽ ഹാർട്ട് അറ്റാക്ക്, മരണം. പഴയ കാലമൊന്നല്ല. പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് ചെന്ന് നോക്കണമെങ്കിൽ, നമുക്ക് കൈയും വാലും പറക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ആതുര സംവിധാനത്തിലേക്ക് ഇറങ്ങണം. ആദ്യകാലത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തതിൻ്റെ അവസ്ഥ എന്തായിരുന്നു?
അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മാരകമായ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു അസുഖവും തന്ന് നമ്മളെ ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ. വളരെ സിമ്പിളായിട്ടാണ് ഇപ്പോൾ. പഴയ കാലത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ടേബിളിൻ്റെ അവസ്ഥ എന്താണ്? ഈ രണ്ട് ഭാഗത്ത് മനുഷ്യൻ്റെ ഈ രണ്ട് ഭാഗത്ത് അടിച്ചാൽ ഈ രണ്ട് ഭാഗം ഓപ്പൺ ബേസ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഉളി വെച്ചിട്ട് കട്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ പോസ്റ്റ്മോർട്ടം മാറിയിരുന്നു. ഇപ്പം ന്യൂ ജനറേഷൻ ട്രെൻഡിലേക്ക് മാറി. ന്യൂ ജനറേഷനിലേക്ക് മാറിയപ്പോൾ നമ്മളൊക്കെ കരുതി മനുഷ്യരുടെ വേഷവിധാനത്തിൽ മാത്രമാണോ മാറിയത്? അല്ലട്ടോ, എല്ലാ വിഷയത്തിലും മാറിയിട്ടുണ്ട്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. രണ്ട് ശബ്ദമേ കേൾക്കുള്ളൂ. ഒന്ന് എന്നൊരു സൗണ്ട്. നമ്മളെ കട്ടറുണ്ട്, നമ്മളെ ടൈൽസൊക്കെ കട്ട് ചെയ്യുന്ന കട്ടർ, ഡിവാൾട്ടിൻ്റെ ഒരു സാധനമാണ്. ഈ ചെവിൻ്റെ ഇവിടുന്ന് ഈ ചെവിൻ്റെ ഇവിടേക്കും അങ്ങനെ പിടിക്കും, ഇത് ഓപ്പൺ. രണ്ടാമത്തൊന്ന് പോണത് ഈ കുറ്റിക്ക് നിന്ന് നമ്മുടെ ഗുഹ്യസ്ഥാനം വരെ പൊളിച്ചു വെച്ചു. ഇതാണ് പോസ്റ്റ്മോർട്ടം. ഇത്തരം പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്തുകൾ നമുക്ക് കുളിപ്പിക്കേണ്ടി വരികയാണ്. അതിന് നമ്മൾ എല്ലാവരും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. എല്ലാ ആളുകളും സേവനം ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോഴല്ലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ല നാട്ടിലൊന്ന് പഠിപ്പിക്കാൻ പറ്റുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഉമ്മയെപ്പോലെ നമ്മുടെ ഉപ്പയെപ്പോലെ ഒരാൾ ഇതുപോലെ പോസ്റ്റ്മോർട്ടം ചെയ്ത് വരുമ്പോൾ മറ്റൊരാൾ കുളിപ്പിക്കാൻ കയറുന്നതിലുപരി നമ്മുടെ ആൺകുട്ടികളായാലും നമ്മുടെ പെൺകുട്ടികളായാലും അതിന് പ്രാപ്തരാവുക എന്ന ഒരു ലക്ഷ്യം, അത് ഓരോ നാടിനും ആവശ്യമാണ്. വാപ്പ മരിച്ചാൽ മക്കൾ കുളിപ്പിക്കണം. ആ ഒരു കർത്തവ്യം ചെയ്യണമെങ്കിൽ നമ്മൾ അതിനുള്ളൊരു ബൈഹാർട്ടായിരിക്കണം. അതിന് നമ്മുടെ വീട്ടിലെ ആൺകുട്ടികളെങ്കിലും പ്രാപ്തരായി കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മമാർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ച ഒരാളാണ്. സാന്ത്വന മേഖലയിലേക്ക് കയറി വന്ന എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ സാന്ത്വനം കൊണ്ട് എന്ത് കിട്ടും എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ദുനിയാവിലും കിട്ടും ആഖിറത്തിലും കിട്ടും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്ന് ഒരേ സ്വരത്തിൽ എനിക്ക് പറയാൻ കഴിയും. കാരണം ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചതാണ്. മലപ്പുറം ജില്ലാ SYS എന്ന പ്രസ്ഥാനം 13 വർഷം മുമ്പ് സാന്ത്വനത്തിൻ്റെ ആംബുലൻസിലേക്ക് എന്നെ ക്ഷണിക്കുന്ന സമയത്ത് ഞാൻ ഏകദേശം 50,000 രൂപയോളം ഒരു മാസം സാലറി വാങ്ങിയിരുന്ന ജോലിയിലുള്ള ഒരാളായിരുന്നു. ആ ജോലി ഒഴിവാക്കിയിട്ട് 7,500 രൂപ മാസ സാലറിയിലേക്ക് സാന്ത്വനത്തിൻ്റെ വർക്കിന് ഞാൻ കയറി. എന്താ സാന്ത്വനത്തിൻ്റെ വർക്ക്? സാധാരണ 50,000 രൂപയോ ജോലിയുള്ള എനിക്ക് രാവിലെ 8 മണിക്ക് ഡ്യൂട്ടിക്കിറങ്ങിയാൽ 3 മണിയാകുമ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മക്കളോടുകൂടെ, എൻ്റെ ഭാര്യയോടുകൂടെ, എൻ്റെ ഉമ്മയോടുകൂടെ, എൻ്റെ ഉപ്പയോടുകൂടെ, എൻ്റെ നാട്ടുകാരോടുകൂടെ എനിക്ക് ജീവിക്കാമായിരുന്നു, ഉറങ്ങാമായിരുന്നു. ഏകദേശം 13 വർഷക്കാലമായി ഏകദേശം ശരാശരി ഒരു ദിവസം 2-3 മണിക്കൂർ മാത്രമാണ് ഞാൻ ഉറങ്ങാറുള്ളത്. പക്ഷേ എൻ്റെ ശരീരത്തിനൊരു ക്ഷീണം വരാറില്ല. എൻ്റെ സമ്പത്ത് കൊണ്ട് അന്ന് നേടിയതിൻ്റെ എത്രയോ 10 മടങ്ങാണ് ഞാൻ ഇന്ന് മറ്റുള്ള ആളുകളുടെ ഇടയിലും ജീവിച്ചു പോകുന്നത്. വാഹനത്തിന്, കാറിന് വേണമെങ്കിൽ കാറ്, ബൈക്കിന് വേണമെങ്കിൽ ബൈക്ക്, രോഗികൾക്ക് വേണ്ട ഹിദ്മാത്ത് ചെയ്യാനുള്ള സാമ്പത്തിക റബ്ബ് എവിടുന്ന തരുന്നറിയില്ല. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ജീവിച്ചിട്ടും നമ്മുടെ ശമ്പളത്തിനൊരു കേടും പറ്റാതെ നമ്മൾ ഇന്ന് ജീവിച്ചു കാണ്ട് സാന്ത്വന പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാന്ത്വനത്തിൻ്റെ മഹത്വം ദുനിയാവിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ദുനിയാവിലുള്ള ഒരാൾക്ക് നമ്മളൊരു സേവനം ചെയ്താൽ ആകാശത്തിൻ്റെ അധിപൻ നമുക്ക് ചെയ്യും. ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ ചെയ്താൽ ആകാശത്തിൻ്റെ അധിപൻ നിങ്ങളോട് കരുണ ചെയ്യും എന്ന് പറഞ്ഞ ആ ഒരു വാക്യത്തിൽ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് അനുഭവിച്ച വ്യക്തിയാണ്. ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. കോവിഡ് കാലത്ത് ഒരു മയ്യത്തുമായി ഞാൻ പോന്നു. 7 മണിക്ക് മയ്യത്തുമായി ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങി. 8:30 മണിക്ക് ഖബർസ്ഥാനിലെത്തി. 8:30 മണിക്ക് ഖബർസ്ഥാനിലെത്തി. അപ്പം ഞാൻ കണ്ട കാഴ്ച, ഒരു പാടത്ത് ഒരു കിണർ കുഴിച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ 2 മോട്ടർ ഇറക്കി വെച്ചിട്ടുണ്ട്, വെള്ളം നിറച്ചു നിൽക്കുകയാണ്. എങ്ങനെ ഞാൻ ഈ മയ്യത്ത് മറവ് ചെയ്യുമെന്ന് ചോദിച്ചു. അങ്ങനെ എന്നോട് പറഞ്ഞു, നിങ്ങൾ മറവ് ചെയ്യേണ്ട സമയം ആകുന്ന സമയത്ത് ആ മോട്ടർ അടിച്ചിട്ട് വെള്ളം പുറത്തേക്ക് ഒഴിവാക്കിയിട്ട് വേണം ആ വെള്ളത്തേക്ക് വെക്കാൻ. 8 മണി കഴിഞ്ഞു. PPE കിറ്റിൻ്റെ ഉള്ളിലാണ്, വേർത്തിട്ട് ആകെ പ്രയാസം, തല കറങ്ങൽ തുടങ്ങി. 9 മണി കഴിഞ്ഞു, 10 മണി കഴിഞ്ഞു, വെള്ളം അടിച്ച് തീർന്നില്ല. എങ്ങനെയൊക്കെ വെള്ളം അടിച്ച് തീർത്ത് നമ്മളിതൊന്ന് മൂടാന്ന് നോക്കിയാൽ ചളിയാണ്. നമ്മളെ കൈക്കോട്ട് കൊണ്ട് മൂടാൻ പറ്റൂല. JCB വിളിച്ചു, വന്നില്ല. എല്ലാവർക്കും ഭയം. ഒരു മനുഷ്യൻ ആ പരിസരത്ത് വന്നില്ല. അവസാനം 12 മണിയായി, 1 മണിയായി, 2 മണിയായി. ബഹുനേരായ നമ്മളെ സയ്യിദ് അവരുടെ മുർത്തല തങ്ങളുടെ സ്ഥാനം ഞാൻ വിളിച്ചു. തങ്ങളുടെ ലേശം വെള്ളം വേണം കുടിക്കാൻ. ഒരു മനുഷ്യന്മാർ ഈ ഭാഗത്തേക്ക് വരുന്നില്ല.
ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുന്നു തരുമോ, ഞങ്ങൾ 8 പേരുണ്ടെന്ന് പറഞ്ഞു. പാവപ്പെട്ട സയ്യിദവറുകൾ രാത്രി 2 മണിക്ക് സ്വന്തം വീട്ടിൽ നിന്ന് കാറിൽ കൊണ്ടുവന്ന വെള്ളം കുടിച്ച് ഞങ്ങൾ വീണ്ടും മയ്യത്ത് മറവ് ചെയ്തു. പെരിന്തൽമണ്ണയിൽ നിന്ന് 8 കിലോമീറ്റർ അപ്പുറത്തുള്ള മയ്യത്ത് മറവ് ചെയ്യാൻ മഞ്ചേരിയിൽ നിന്ന് സാന്ത്വനത്തിൻ്റെ ഒരു വളണ്ടിയർ, JCB ഉള്ള ഒരു വളണ്ടിയർ, അദ്ദേഹത്തിൻ്റെ JCB കൊണ്ട് വന്നിട്ടാണ് പെരിന്തൽമണ്ണ ഞങ്ങൾ ആ മയ്യത്ത് മറവ് ചെയ്തത്. എങ്ങനെയാ മയ്യത്ത് മറവ് ചെയ്തത്? ഞങ്ങൾ വെള്ളമെല്ലാം വറ്റിച്ചോ മയ്യത്ത് അതിലേക്ക് ഇറക്കി വെക്കുന്നു. മയ്യത്ത് ഇറക്കി വെക്കുന്നതോടുകൂടി വെള്ളം പൊന്തുന്നു. ഞങ്ങളതിൻ്റെ മേലെ മൂടുകല്ലൊക്കെ വെക്കുന്നു. വെള്ളം പൊന്തിക്കൊണ്ടേയിരിക്കുന്നു. JCB മണ്ണിടുന്നു, വെള്ളം പൊന്തിക്കൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്യും? ആരോഗ്യ പ്രവർത്തകരെന്ത് ചെയ്യും? ആരോഗ്യ പ്രവർത്തകരെല്ലാം ക്ഷീണിച്ചു മാറി. പക്ഷെ ഞങ്ങളതെല്ലാം ഭംഗിയായിട്ട് മറവ് ചെയ്ത് പോന്നപ്പോഴും ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും അനുഭവപ്പെട്ടില്ല. ജീവിതത്തിൽ ഇന്ന് വരെ ഞങ്ങൾക്കൊരു പ്രയാസവും അതിൻ്റെ പേരിൽ അനുഭവപ്പെട്ടിട്ടില്ല. നമ്മുടെ മഞ്ചേരിയുടെ പരിസരത്ത് വെച്ച് സാന്ത്വനം കൊണ്ട് എന്ത് കിട്ടും എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടികൾ നമ്മുടെ കൽവിൽ ഒരുപാടുണ്ട്. മഞ്ചേരിയുടെ പരിസരത്ത് വെച്ച് ഒരു കോൺക്രീറ്റ് വാഹനം മറിയുകയും ആ കോൺക്രീറ്റ് വാഹനത്തിലുള്ള 28ഓളം വരുന്ന ഹിന്ദി ബാർപ്പിൻ്റെ തൊഴിലാളികൾ അതിൻ്റെ അടിയിൽപ്പെടുകയും അവരെയെല്ലാം കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്ന് ബസ്സിലാണ് കൊണ്ടുവരുന്നത്. അഥവാ കോഴിക്കോട് റോഡിലോടുന്ന ബസ്, അതിലുള്ള ആളുകളെല്ലാം ഇറക്കി മാറ്റിയിട്ട് ആ ബസ്സിലേക്ക് ഈ രോഗികളെ മുഴുവൻ വലിച്ചു കയറ്റി മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിൽ വന്നപ്പോൾ ആരുമില്ലാത്ത സമയം എത്രയോ ആളുകൾ വന്ന് കിടക്കുന്നു. ഇവരെയെല്ലാം നമ്മളെ പഞ്ചസാര ചാക്കും മൈദച്ചാക്കൊക്കെ പുറത്ത് വെച്ച് പോകുന്ന മാതിരി കാഷ്വാലിറ്റിൻ്റെ ടേബിളിൽ കൊണ്ടിട്ടു. എല്ലാ ആളുകളെയും റെഫർ ചെയ്തു. അവസാനം 3 പേരെ റെഫർ ചെയ്യാൻ വാഹനമില്ല, ഒരൊറ്റ വണ്ടിയുള്ളൂ, സാന്ത്വനത്തിൻ്റെ ആംബുലൻസ്. 2 ഭാഗത്തും ഒരാളെയും നടക്കുന്ന വഴിയിൽ ഒരാളെയും കിടത്തി. ഈ വാഹനം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നവേ പുളിക്കലിൽ വെച്ച് നമ്മുടെ വണ്ടി ആക്സിഡൻറ്റ് പറ്റു. ആക്സിഡൻറ്റ് പെട്ട് നമ്മളെ വണ്ടിയിൽ കൂൾ ബാറിലൂടെ കയറി ഇറങ്ങി. എൻ്റെ ശരീരത്തിലുള്ള ബ്ലഡ് എല്ലാം കണ്ട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾ നോക്കിക്കോളാം. ആ വണ്ടിയും കൊണ്ട് ഞാൻ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. എല്ലാവരെയും ഇറക്കി പോരുന്നവേ 2 പേർ അതിൽ നിന്ന് മരണപ്പെട്ടു ആ ആക്സിഡൻറ്റിൽ നിന്ന്. ഈ 2 പേരെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാമ്പത്തികമായിട്ടില്ല എന്ന് പറയുകയും അതിലൊരു വണ്ടി, നമ്മുടെ വണ്ടി, തട്ടിയ വണ്ടിയും കൊണ്ട് ഞാൻ പോകാമെന്ന് ഏൽക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ആ വണ്ടിയിലേക്ക് കയറ്റിയപ്പം അതിൻ്റെ കുറച്ച് ആളുകൾ എന്നോട് പറഞ്ഞിട്ട് ഇതിൽ 2 രോഗിനെയും കൂടി കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു അതിന് വിരോധമല്ല, 2 രോഗിനല്ലേ നമുക്ക് കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോൾ ഒരു രോഗിനെ കൊണ്ടുവന്നപ്പം ബഹിരാകാശത്തേക്ക് ആൾക്കാർ പോണമാരുള്ള രോഗി, 2 കൈയും കെട്ടിക്കണ്, 2 കാലും കെട്ടിക്കണ്. ഇയാൾ എങ്ങനെ ഞാനവിടെ കിടത്തും? ഒരു ഭാഗത്ത് ഫ്രീസർ. അങ്ങനെ ഞാൻ ഇയാളെ നമ്മുടെ സീറ്റിൽ കാല് നീട്ടിയിരുത്തിയിട്ട് ഇങ്ങനെ ഇരുത്തി. എത്ര ഇയാളോട് ഭക്ഷണം വേണോ എന്ന് ചോദിച്ചാലും ഇയാൾക്ക് ഭക്ഷണം വേണ്ട. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ജീവിച്ച് നടക്കുമ്പോൾ അഹങ്കരിക്കുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കണം, നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം വരെ മറ്റൊരുത്തൻ വാരിത്തരേണ്ട ഒരവസ്ഥയിലേക്ക് വന്നാൽ, അതിൻ്റെ മലമൂത്ര വിസർജനം വരെ വൃത്തിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ, ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകൾ പട്ടിണി കിടക്കാൻ തയ്യാറാവും. ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടാത്ത? അദ്ദേഹം എന്നോട് നിറകണ്ണുകളോടെ പറഞ്ഞു, ഭക്ഷണം കഴിച്ചാൽ ബാത്റൂമിക്ക് പോകാൻ പ്രയാസമുണ്ട്, കാരണം എനിക്ക് ഇരിക്കാൻ പറ്റൂല. ഞാൻ ആ വിഷയം മൂപ്പരോട് പറഞ്ഞു. എനിക്ക് അറിയുന്ന ഹിന്ദിയിലൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം നിങ്ങൾ കഴിച്ചോളൂ, ബാത്റൂമല്ലേ അത് നിങ്ങളൊരു വിഷയമാക്കണ്ട, അതിന് ഞാൻ റെഡിയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ സേലത്ത് വെച്ച് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു. വിജയവാഡ വിശാഖപട്ടണത്തിലേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് ബാത്റൂമിൽ പോകണമെന്ന് പറയുന്നു. ആ സമയത്ത് എന്താ, അപ്പം ഞാനൊരു വിഷയം പറഞ്ഞെങ്കിലും ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ വണ്ടിയിലേക്ക് കയറിയപ്പോൾ അപ്പൻ്റെ മനസ്സിലൊരു ആലോചന. സാന്ത്വനത്തിന് ഇറങ്ങുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ആലോചന കിട്ടും. എനിക്ക് അപ്പണ് തോന്നി, പടച്ച റബ്ബേ ഇയാൾക്ക് ഇപ്പം എങ്ങനെ ഞാൻ ബാത്റൂം എന്നൊരു പറഞ്ഞ് നോക്കുമ്പോൾ ഇയാളെ സീറ്റിൻ്റെ അടിയിലുണ്ട് എൻ്റെ സ്റ്റെപ്പിന് ടയർ. നിങ്ങളൊക്കെ വാഹനം ഓടിക്കുന്ന ആളുകളല്ലേ, വാഹനം കണ്ട ആളുകളല്ലേ. അതിൻ്റെ ടയറിന് ഒരു പ്രത്യേകത ഉണ്ട്. ടയറിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ആണെങ്കിൽ മറ്റേ ഭാഗം കുണ്ടേകാരം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ടയർ ഞാൻ അങ്ങോട്ട് വലിച്ചെടുത്ത് കൗത്തിയാണ് അപ്പോൾ കുണ്ടാണ്. വേസ്റ്റിൻ്റെ കീസ് അയിമക്ക് ഇങ്ങോട്ട് വിരിച്ചു. അയാളെ 2 കാലും 2 കൈയും പിടിച്ച് അയാളെ മെല്ലെ ഇതിലാണ്ട് ഇരുത്തി കൊടുത്തു. അയാൾ ഭംഗിയായിട്ട് അയാളുടെ മലമൂത്ര വിസർജനം അയാളാണ് നടത്തി. അപ്പോഴും അയാളിൻ്റെ മുഖത്തേക്കന്നെ നോക്കും. എന്താ പ്രശ്നം? കഴുകണ്ടേ? അത് ആര് കഴുകും? ഉള്ള ആളുകൾ മുഴുവൻ പേഷ്യൻ്റാണ്. ഞാൻ പറഞ്ഞാൽ അതിനൊന്നും നിങ്ങൾ വിഷയാക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടിയിലുണ്ട് ഇനി കന്നാസും വെള്ളമൊക്കെ അതെടുത്തിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഭാഗമൊക്കെ നല്ല വൃത്തിയാക്കിയാണ് കഴുകി കൊടുത്തപ്പം അയാൾ പൊട്ടന് കരഞ്ഞു.
സാന്ത്വനം കൊണ്ട് കിട്ടുന്ന ഫലം അതാണ്. ഓരോ ഉമ്മമാരും ഓരോ ഉപ്പമാരും പൊട്ടിക്കരയുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അവരാ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ദുആ അത് നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്ക് കിട്ടും. ഞാനതിൻ്റെ അനുഭവസ്ഥനാണ്. എൻ്റെ വീട് 12 വർഷം മുമ്പ് SYSൻ്റെ സാന്ത്വന ഭവനമാണ് എൻ്റെ വീട്. 2, 3, 4 വർഷം കൊണ്ട് ഞാനതിൻ്റെ മുകൾ ഭാഗം ഒന്ന് എടുക്കാതെ കരുതി 3 റൂമൊക്കെ ഉണ്ടാക്കി മുകളിലെ കോണിക്കൂട് നനക്കാൻ വേണ്ടി ഞാൻ റമദാനക്കൊന്ന് കയറിയതാണ്. കയറിയ റമദാനക്ക് മുകളിലെ ഏറ്റവും 3ാമത്തെ നിലയിൽ നിന്ന് ആ കോണിക്കൂടിൻ്റെ അവിടെ നിന്ന് വെള്ളം വന്നപ്പോൾ ആ ഡയർപ്പായ ഒന്ന് പിടിച്ച് വലിച്ച സമയത്ത് അതിലുള്ള വെള്ളം ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ നേരെ കീഴ്പ്പെട്ടിക്കണ്ട് വീണു. ഞാൻ നേരെ കീഴ്പ്പെട്ടിക്ക് വീണു. 3ാം നിലയിൽ നിന്ന് നേരെ താഴെയുള്ള കോടിൻ്റെ സ്റ്റെപ്പുമൊക്കെ വീണു. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അന്ന് എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ ഒക്കെ തറവാട്ട് വീട്ടിലാണ്. എൻ്റെ ഭാര്യയും മക്കളൊക്കെ അവിടേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി അവിടെയാണ് നോമ്പ് തുറക്കൽ അവിടേക്ക് പോയിക്കണ്. ഞാൻ ആ സ്റ്റെപ്പും വന്ന് ഉരുണ്ട് വന്നിട്ട് എൻ്റെ മൊബൈൽ എടുത്തിട്ട് എൻ്റെ വൈഫിനെ വിളിച്ചു. അവൾ 10 രൂപ എടുത്തുന്ന തിരക്കൊണ്ടാണ് ഫോണേ കേട്ടിട്ടില്ല. ഞാൻ എൻ്റെ ഉപ്പനെ വിളിച്ചു, എനിക്ക് ആരെങ്കിലും വരണം, എനിക്ക് ശ്വാസം കിട്ടുന്നില്ലായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയിൽ ഞാൻ പറഞ്ഞു, എനിക്ക് പരിക്ക് പറ്റിയത് ഇന്നതാണ്, ഇന്ന ഡോക്ടറെ നിങ്ങൾ വിളിക്കണം, എൻ്റെ മൊബൈലിലുണ്ട്, എനിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറയണം, അദ്ദേഹം അവിടെ എത്തും. അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിച്ചു. അദ്ദേഹം കാഷ്വാലിറ്റിയിൽ വന്നു. എക്സ്റേ, CT സ്കാൻ, MRI ഒക്കെ എടുത്തു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ ഭാര്യയിൽ ചെറിയൊരു ചതവ് വന്നത് കൊണ്ടാണ് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വീടിൻ്റെ 3ാമത്തെ നിലയിൽ നിന്ന് കീപ്പോട്ട് വീണാൽ ആരെങ്കിലും ഒരു എല്ല് പൊട്ടാതെ ബാക്കിയാവൂല. പക്ഷേ നമ്മുടെ സാന്ത്വനം കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരമുണ്ട് എന്നുള്ളതിൻ്റെ നേർദൃസാക്ഷിയാണ് ഞാൻ. ഈ അടുത്ത് എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു അപകടം, ഈ അടുത്തൊരു മയ്യത്തുമായി ഞാൻ പൊന്നാനിയിലേക്ക് പോയി. ഏകദേശം 160ഓളം കിലോഗ്രാം വെയിറ്റുള്ള ഒരു ഉമ്മയുടെ മയ്യത്തുമായിട്ട് ഞാൻ പൊന്നാനിയിലേക്ക് പോയപ്പോൾ ആ മയ്യത്ത് മറവ് ചെയ്യാൻ അവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും കഴിയുന്നില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞ് ഞാൻ ആ മയ്യത്ത് ഇറക്കാൻ വേണ്ടി കബറിലേക്ക് കയറി. പൊന്നാനി നിങ്ങൾക്കൊക്കെ അറിയാം, കടപ്പുറം ഏരിയയാണ്. അതിൻ്റെ കീക്കുജ്ജ് കെട്ടിയിട്ടുണ്ട്, അപ്പം കെട്ടിയതാണ്. ഞാൻ ആ മയ്യത്ത് വാങ്ങി കീക്കുജ്ജ് നിങ്ങൾ ചവിട്ടി നിന്ന് എടുക്കുന്നതോട് കൂടി കീക്കുജ്ജടെ പൊളിഞ്ഞാടി. അന്ന് മുതൽ ഞാൻ എവിടെ പോയി പറഞ്ഞാലും പറയും, നിങ്ങൾ കീക്കുജ്ജ് കെട്ടുമ്പം ഓളോബ്രിക്സ് കൊണ്ട് കെട്ടരുതെന്ന് ഞാൻ പറയും. കാരണം പിന്നെ ആ ഓളോബ്രിക്സ് എല്ലാം കൂടി എൻ്റെ പുറത്തു കൂടെ വന്നിട്ട് ഓളോബ്രിക്സിൻ്റെ മുറി മൊത്തം പുറത്ത് വരും. അങ്ങനെ എനിക്ക് എണീക്കാൻ വയ്യ. എന്നെ ആംബുലൻസിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ 2 ഭാഗം വേറിട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ട് അടിയന്തിരമായിട്ട് സർജറി ചെയ്യണം. ഞാൻ അവിടുന്ന് ഉടനെ മിംസ് ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഡോക്ടറെ, നമ്മളെ കലീൽ തങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെട്ട് മിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ ബന്ധപ്പെട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ അല്ലാതെ യാതൊരു മാർഗമില്ല. മൈത്ര ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ടു, ഓപ്പറേഷൻ അല്ലാതെ ഒരു മാർഗമില്ല. ഞാൻ പറഞ്ഞു, എന്ത് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിലും എൻ്റെ ശരീരത്തുമ്പോൾ ഞാൻ ഈ ജീവിതത്തിൽ സാന്ത്വനത്തിന് ഇറങ്ങിയിട്ട് എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ബഹുനരായ സുൽത്താനുള്ള ഉസ്താദിനോട് പറയാതെ ഞാൻ തൊട്ടിട്ടില്ല. അവിടെ എനിക്ക് ഉസ്താദിൻ്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പാവപ്പെട്ട എൻ്റെ ആംബുലൻസിൽ കിടത്തി മറ്റൊരു സുഹൃത്തിനെ ഡ്രൈവറായി വെച്ച് മർക്കസിൻ്റെ മുറ്റത്തിലേക്ക് ഞാൻ ആംബുലൻസും കൊണ്ട് ചെന്നു. ഉസ്താദിനെ വിളിച്ചു. ഉസ്താദിൻ്റെ അടുത്തേക്ക് ചെന്നു. ഉസ്താദ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ വിഷയമുണ്ട് ഉസ്താദ്, ഞാൻ എന്താ ചെയ്യേണ്ടി? ഉസ്താദ് എന്നോട് പറഞ്ഞു, മോനെ, ഉസ്താദിൻ്റെ കുട്ടി സേവനം ചെയ്യുന്ന കുട്ടിയാണ്, ഇപ്പം സർജറി ചെയ്യാനായിട്ടില്ല. ഉസ്താദിൻ്റെ കുട്ടിക്ക് ഇപ്പം സർജറി ചെയ്യാനായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കണ്ണിന്ന് വെള്ളം കണ്ട് വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണം ഉസ്താദ്? അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദെ, മാളിയേക്കൽ ഉസ്താദ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, മൈസൂർ ഇതിങ്ങനെ വേറിട്ട സാധനം കൊടുക്കുന്ന സ്ഥലമുണ്ട് എന്ന്, ഞാനൊന്ന് അങ്ങോട്ടെന്നാ പോയി നോക്കിയാലോ? അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഉസ്താദിൻ്റെ കുട്ടി ബിസ്മിൻ ചൊല്ലിയാണ് പോയിക്കോ. ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും എല്ലാം ആംബുലൻസ് കയറ്റി. ഞാൻ ഓടിച്ച് പല രോഗികളെയും രക്ഷപ്പെടുത്തുന്ന ഞാൻ പല മയ്യത്തുകളും വെച്ച സ്ട്രെച്ചർ, ആ സ്ട്രെച്ചറിൽ ഒരു ദിവസം ഇന്നെ കിടത്തി. മൈസൂരിലേക്ക് പോയി. അവിടെ ചെന്ന് അനങ്ങാ വയ്യാതെ ഞാൻ അവിടെ ചെന്ന് കിടന്നു. 5-8 ആളുകളെല്ലാം കൂടി എന്നെ പിടിച്ചിറക്കി. അവിടുന്ന് അയാൾ എന്തോ ഒരു ബെൽറ്റൊക്കെ ഇട്ടുകാണ്ട് എന്നെ ഒന്ന് പിടിച്ചുകാണ്ട് 4 ആട്ടും കുലുക്കലൊക്കെ കഴിഞ്ഞ് എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്ന് കാണ്ട് നേരെ മഞ്ചേരിക്ക് എത്തി. അപ്പം എന്നോട് പറഞ്ഞു, ഭാരമുള്ളതൊന്നും ഇപ്പോൾ എടുക്കരുത്, തൽക്കാലം 1 മാസത്തിന് ലീവ് എടുക്കണം എന്ന് പറഞ്ഞു. എനിക്കുണ്ട് 1 മാസം പോയിട്ട് 1 ദിവസം ലീവ് എടുക്കാൻ തോന്നൂല. കാരണം ഇപ്പം ഇങ്ങോട്ട് പരിപാടിക്ക് ക്ഷണിച്ചാൽ തന്നെ പാടം തുറന്ന് ഓലിൻ്റെ പരിപാടി കണ്ട് ഓലായിട്ടുള്ള പരിചയത്തിൻ്റെ മുകളിൽ എത്തിയ മനുഷ്യനാണ് ഞാൻ. അല്ലെങ്കിൽ ഇപ്പം ഈ നാട്ടിലേക്ക് എത്തൂല. ഞാൻ പലയിടത്തേക്കും എത്തിയിട്ടുണ്ട്. പാടം തറ ആരോ പരിപാടിക്ക് വന്ന് ഞാൻ അവിടുന്ന് കേട്ടതാണ്. അങ്ങനെയുള്ള ബന്ധത്തിൽ കുറച്ച് ബന്ധങ്ങളുണ്ടാവും. പ്രസ്ഥാനം തന്നെ അതാണ്.
സാന്ത്വനത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള പവറും അത് തന്നെയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഉസ്താദിൻ്റെ അടുത്ത് പോയി വന്നൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മാസം ഇറങ്ങാൻ പറ്റൂല, ഇനി ഇറങ്ങുകയാണെങ്കിൽ തന്നെ ബൈക്കുമേലുള്ള യാത്ര പറ്റൂല ഡോക്ടർ. ഞാൻ കുഴങ്ങി. എൻ്റെ അടുത്ത് പൈസ ഉണ്ടോ കാറ് വാങ്ങാനേ? എൻ്റെ അടുത്ത് പൈസ അല്ല. ഞാൻ പഠിച്ചവനോട് പറഞ്ഞു, പഠിച്ചവൻ എനിക്ക് സേവനം ചെയ്യണം, അതിനുള്ള വഴി എനിക്ക് ജോലിപ്പിച്ച് തരണം എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി എൻ്റെ ബൈക്കാണ് വിറ്റു 50,000 ഉറുപ്പിക. ഒരു മര്യാദ ഒരു കാറ് കിട്ടണമെങ്കിൽ 2.5 ലക്ഷം ഉറുപ്പിക 2 ലക്ഷം ഉറുപ്പിക വേണം. ഞാൻ പഠിച്ചവനോട് പറഞ്ഞു, പഠിച്ചവനെ എനിക്ക് സേവനം ചെയ്യണം, പേരി കുത്തോണ്ട് ഉറക്കം വരുന്നത് എനിക്ക് പിരാന്താവും. പിറ്റേന്ന് രാവിലെ ഒരു ഡോക്ടർ എന്നെ വിളിച്ചു, നൗഫൽ അന്നപ്പോൾ ഇവിടെ കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, അങ്ങനെ പരിക്കേറ്റി കിടക്കാണ്, ഇറങ്ങണമെങ്കിൽ കാറ് കാണണമെന്നാ പറഞ്ഞത്, അതിനിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചു. കാറ് വാങ്ങാൻ എൻ്റെ അടുത്ത് പൈസ അല്ല. അപ്പൊ അയാളിനോട് പറഞ്ഞു, എത്ര ഉറുപ്പിക വേണ്ടിരുന്നു വെച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് 50 ഉറുപ്പിക ഉണ്ട്, ഒരു 2 ഉറുപ്പിയെങ്കിലും വേണ്ട വെച്ചു. 1 ലക്ഷം ഉറുപ്പിക ഞാൻ തരാറ്. ഞാൻ ആ 1 ലക്ഷം ഉറുപ്പിക വാങ്ങി 50 ഉറുപ്പിക വാങ്ങിക്കാണ്ട് വേറെ ഒരാളൊരു 50,000 ഉറുപ്പിക ഫ്രീ ആയിട്ടും തന്നു. ഞാൻ 2 ലക്ഷം ഉറുപ്പിക എൻ്റെ കാറ് വാങ്ങി. എൻ്റെ 3 മാസത്തെ സേവനം കാറിൽ. കുറച്ചും കൂടി കഴിഞ്ഞ് സേവനം ചെയ്തപ്പോൾ 8,000 ഉറുപ്പികൻ്റെ എണ്ണ വരെയാണ് കാർക്ക്. മാസം ഇങ്ങനെ മഞ്ചേരി പോയി വരാൻ ഇന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ? ഞാൻ പഠിച്ചവരോട് വീണ്ടും പറയും, എനിക്കിതൊരു പരിഹാരം കാണണം. കാർ അവിടെ ഉണ്ട്, പക്ഷെ എനിക്കിത് മുതലാവില്ല. എന്നെ കൊണ്ട് സേവനം ചെയ്യാൻ മറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കേണ്ട ആളുകൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാനുള്ള സാമ്പത്തികം, മരുന്നിന് ചോദിച്ചവർക്ക് മരുന്ന് വേണവർക്ക്, പെരീക്കോ വണ്ടി പൈസ എല്ലാവർക്ക് പൈസ കൊടുക്കാൻ, ഇതിനൊക്കെ തീന്ന് കിട്ടിയിട്ട് വേണ്ടേ? അപ്പം എൻ്റെ അടുത്ത് പൈസ എല്ലാവരും. അപ്പോൾ പഠിച്ചാൽ നമുക്കടുത്ത് തോന്നിച്ച് എൻ്റെ ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കുകയാണ്. അപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, ആക്റ്റീവ ബൈക്ക് ഉപയോഗിക്കണ്ട, പിന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ബൈക്ക് ഉണ്ട്, അറിയോ? ഹലോ, ന്യൂ ജനറേഷൻ ബൈക്ക് ഉണ്ട്, 2 തരം ബൈക്കുകൾ ഒരുപാടുണ്ട്, കേട്ടണോ? ആ ബൈക്ക് പഴയ കാലത്തെ ബൈക്ക് പറഞ്ഞാൽ CT100 ആണ്. അത് നമ്മൾ ഇങ്ങനെ കുത്തിറക്കുന്നൊരു അവസ്ഥ ഉണ്ടാവുക, എല്ലായിടത്തേക്കും തിരിഞ്ഞു നോക്കാം ഉണ്ട്, അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഇപ്പം ന്യൂ ജനറേഷൻ ബൈക്ക് ഉണ്ട്. ആ ബൈക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 10 മണിക്ക് കോട്ടക്കൊക്കെ എത്താൻ പറഞ്ഞ ഒരാള് ഇവിടുന്ന് എത്ര കിലോമീറ്റർ കോട്ടക്കൊക്കെ ഉണ്ട്? എത്ര ഉണ്ട്? 15 കിലോമീറ്ററോ? 15 കിലോമീറ്റർ ഉള്ളിടത്തേക്ക് 10 മണിക്ക് എത്താൻ പറഞ്ഞാൽ 9:55 ഇവിടുന്ന് പോവുക. എന്നിട്ട് ബൈക്കും ഒരു കയറ്റുണ്ട്. ഇപ്പോഴത്തെ ബൈക്കിന്റെ പ്രത്യേകത എന്താ കയറ്റം? ഇങ്ങനെ കുത്തിറക്കാം. എൻ്റെ PT ഉഷ ഓടാൻ കുത്തിറക്കണ പോലെയാണ് കുത്തിറക്കല്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണ്ടി, ഞാൻ തമാശ പറഞ്ഞതല്ല, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. PT ഉഷ ഓടാൻ കുത്തിറക്കാൻ ഇങ്ങനെ കുത്തിറക്കി ആ പോക്കാ പോവാ. എന്നിട്ട് നമ്മൾ സാന്ത്വനത്തിൻ്റെ പ്രവർത്തകരാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വയ്ക്കും, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇന്ന് കേരളത്തിൽ, ഇന്ന് രാജ്യത്ത് അപകടം പറ്റിയിട്ട് നമ്മുടെ അരക്ക് കീഴ്പ്പെട്ടും കഴുത്തിന് കീഴ്പ്പെട്ടും ചലനമില്ലാതെ കിടക്കുന്ന രോഗികൾ ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളും നമ്മൾ തന്നെയാണ്. കാരണം നമുക്ക് സമയമില്ല, ആ സമയത്തിൻ്റെ ഇടക്കാണ് ഈ രോഗിനെ നമ്മൾ എങ്ങനെയെങ്കിലും വലിച്ചു വാരിയിടും. എല്ലാം നമ്മൾ സാന്ത്വനത്തിൽ വന്ന ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് സംവിധാനങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ സ്ത്രീകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ മക്കൾ പ്രസവത്തിന് വേദനയായിക്കാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരും. സാധാരണ കാണുന്നൊരു കാഴ്ച, ഒരു മരുമകളെ കൊണ്ടുവരുന്നത് അമ്മായിമ്മ ഉണ്ടാവും, ഓളമ്മ ഉണ്ടാവും, ഓൻ്റെ അമ്മ ഉണ്ടാവും, അമ്മോസാക്കി ഉണ്ടാവും, മരുവനെ ഗൾഫിലേക്കാരം. എന്നിട്ട് ഈ കുട്ടീനെ പെടുന്ന എന്തെങ്കിലുമൊക്കെ ഇതായിക്കാണ്ട് പറഞ്ഞിട്ട് പറയും, നിങ്ങളെന്നാ പെടുന്ന കോഴിക്കോട് കൊണ്ടുപോയിക്കോളി അറിയും. നമ്മൾ കാണുന്ന അനുഭവമാണ്. നമ്മൾ ആ പേരയിലുള്ള 2 അമ്മമാരും ആദ്യം ചെയ്യണ പണി എന്താ? പെരുന്നുള്ളോളി. കാരണം എന്താണ്? ഓലെ നോളോളിയൊക്കെ ഉണ്ട്, കണ്ടാ കരുതും ഈ പെണ്ണ് പറയാൻ പാടില്ല. ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ലായിട്ടാണ് കോഴിക്കോട് കൊണ്ടുപോണത്. ഇന്ന് അത് പറഞ്ഞു കൊടുക്കാനുള്ള ബോധമുള്ള ആരും ഈ വാപ്പിയാണ്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഒരുപാട് പഠിച്ചാണ്. എന്നാലും ഞാൻ ഒരു ഉമ്മാരോട് ചോദിച്ചു, അല്ലമ്മ നിങ്ങളെ മോള് പ്രസവിക്കണ്ടേ, നിങ്ങളെ നോളോളിയൊക്കെ കണ്ടാക്കരുത്, ഓള് പറയണ്ടെന്നാ തോന്നുന്നു പറയും. അപ്പോൾ പറയണം. പക്ഷെ ഈ പെറുമ്പോഴും നമുക്കൊരു വിഷയമുണ്ട്. നമ്മൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലായാലും ഒക്കെ നമ്മളൊന്ന് ആലോചിച്ചാലും അറിയും, നമ്മൾ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ ചില അനുഭവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വല്ലാതെ കൊള്ളും, ചില സാഹചര്യത്തിൽ വരുന്ന അനുഭവങ്ങൾ. അപ്പം ഉണ്ടാകുന്ന ഒരു ബുദ്ധിയുണ്ട്. ഇപ്പോൾ ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ആംബുലൻസിൽ നിന്ന് പ്രസവ വേദന നിങ്ങളുടെ ഇറക്കി ആ ഹോസ്പിറ്റലിലെ സ്ട്രെച്ചറിലൊക്കെ വെച്ചു, പെണ്ണാണ്ട് പറ്റൂ. നമ്മളെ എല്ലാ ഹോസ്പിറ്റലിലുള്ള പ്രത്യേകത എന്താണ്? ആ ഹോസ്പിറ്റലിലൊക്കെ എമർജൻസി കേസിൽ വരുന്ന സമയത്ത് ആൾക്കാർ കൂടി ഇങ്ങനെ നിൽക്കും. ഒരാളും എന്തുണ്ടാവില്ല,
അത് തിരിഞ്ഞു നോക്കാനോ തൊടാനോ ഉണ്ടാവില്ല. എന്നിട്ട് ഈ പെണ്ണിങ്ങനെ പറ്റി എല്ലാവരും നോക്കിക്കുക. ഇത് വലിയ സംഭവം എഴുതിയിട്ടേ കാരണം അവിടെ സാധനത്തിൻ്റെ പ്രവർത്തകരുണ്ടാകുമ്പം ഓൾക്ക് തലയിൽ വരുന്ന ബുദ്ധിയുണ്ട്. ഏതെങ്കിലും തുണി എടുത്ത് കണ്ട് ഒന്നും മറച്ചത് മൊത്തം മറിയും. പക്ഷെ അത് ചെയ്യൂല. അവിടെ പെണ്ണുങ്ങൾ ഒഴിച്ചേ കാരണം. അപ്പം ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംവിധാനമാണ് സാന്ത്വനം. ഈ സാന്ത്വനം കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമുക്കൊക്കെ ഉപകാരമുണ്ട്. ഒന്നുമില്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ നമ്മളെ മക്കൾ സുഖമില്ലാതെ കിടന്നാൽ, നമ്മളെ വാപ്പ സുഖമില്ലാതെ കിടന്നാൽ, ആ വാപ്പാനെ സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനുള്ള ഒരു ബാധ്യതയും അതിൻ്റെ ഒരു ബോധം നമ്മളെ കൽബിൽ വരും. ഇപ്പം ഞാനൊരു ബൈക്ക് വാങ്ങി. ആ ബൈക്കിൻ്റെ ബാക്കിലൊരു ബോക്സ് വെച്ചു. അപ്പോൾ ആൾക്കാരെ പോയി സാധനത്തിൻ്റെ നൗഫൽ ഇപ്പോൾ യുവാക്കളെ മാതിരി വലിയ ബോക്സൊക്കെ വെച്ച് കിടക്കുന്നത്. വാങ്ങിയ ബൈക്കിന് പ്രത്യേകത ഉണ്ട്. കാല് കെട്ടി കുത്തിറക്കണ ബൈക്കുമ്പോൾ പോയാൽ മതിയാണ് ഡോക്ടർമാർ. അപ്പം വാങ്ങിയതാ ബൈക്ക്. അപ്പം അതിൻ്റെ ബാക്കിൽ ബോക്സ് വെക്കാൻ കാരണം എന്താണ്? എല്ലായിടത്തുനിന്നും വിളിക്കും. ഒക്കെ ഇപ്പം മരിച്ചു കിട്ടോ, ഇതൊന്ന് വന്ന് നോക്കുമോ, ഇപ്പം മരിച്ചു കിട്ടോ ഇതൊന്ന്. അപ്പം നമ്മൾ ആദ്യ കാലത്തൊക്കെ ചെന്നിങ്ങനെ നോക്കിക്കാണ്ട് കണ്ണൊക്കെ ടോർച്ചടിച്ച് നോക്കിയിട്ടാണ് ആ മരിച്ചു കിട്ടോ പറയും. ഇപ്പം പോസ്റ്റ്മോർട്ടം ടേബിൾ വന്ന ആൾക്കാർ നീച്ചു വരികയാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഒരു അടിനടിച്ച ആൾ നീച്ചു തുറക്കുക. വണ്ടി കട്ടറോട്ടിന് ചാടിക്കാട് നീച്ചു തന്ന ആൾ നീച്ചു തുറക്കുക. ഇപ്പം ഞമ്മക്കും തന്നെ മരിച്ചത് പറയാൻ പോലെയാണ്. അപ്പം നമ്മൾ എന്തൊരു മെഷീൻ സംവിധാനം വെച്ചു. ഒരു ECG മെഷീൻ വണ്ടിയിൽ വെച്ച് ആരെപ്പം വിളിച്ചാലും നമുക്ക് പോയി കാണും മരിച്ചിട്ടെന്ന് പറഞ്ഞു പോരാ. മരിച്ചാലും ഉറപ്പിച്ച. പക്ഷെ ആ വിഷയങ്ങൾ നമ്മുടെ എല്ലാവരുടെ കൽപ്പിലേക്ക്. ഇതൊന്നും ഞാൻ എവിടെയും പോയി പഠിച്ചതല്ല, സാന്ത്വനത്തിൽ നിന്നിട്ടാണ് പഠിച്ചത്. എനിക്കറിയാം ഒരു മയ്യത്ത്, മലപ്പുറത്തുള്ളൊരു മയ്യത്ത് അരിച്ചാലിന് കിട്ടി. ആ മയ്യത്ത് അരിച്ചാലിന് കിട്ടി നമ്മളെ സാന്ത്വനത്തിൻ്റെ സംവിധാനം തുടങ്ങുന്ന സമയത്താണ്. ആ മയ്യത്ത് അരിച്ചാലിന് കിട്ടിയിട്ട് എന്ത് ചെയ്തു? നമ്മളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഫ്രീസറിൽ കൊണ്ടുവന്ന് വെച്ചു. ആളറിയാത്തതുകൊണ്ട് നമ്മളതിൻ്റെ ഫോട്ടോ വിട്ടു. ആളില്ലാത്തൊരു മയ്യത്തിൻ്റെ മഞ്ചേരിയാണ്. അങ്ങനെ ആ മയ്യത്തിൻ്റെ ആൾക്കാരൊക്കെ വന്നുകാണ്ട് ഓൽക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ നേരത്ത് ഭയങ്കര സ്മെല്ല്. ഹോസ്പിറ്റൽ പരിസരം മൊത്തം ഭയങ്കര സ്മെല്ലാണ്, ഭയങ്കര സ്മെല്ല്. അപ്പോൾ ഈ സ്മെല്ലിൽ വന്നപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ ഇത് മനുഷ്യൻ മരിച്ച സ്മെല്ലാണ് കേട്ടോ, അല്ലാതെ മൃഗങ്ങൾ ചത്ത സ്മെല്ലല്ല. അതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ ആംബുലൻസിൽ കിടക്കുന്ന രോഗി, ബാക്കിലുള്ള രോഗിയാണ് മരിച്ചാൽ മുന്നിലുള്ള ഡ്രൈവറായി എനിക്ക് അതിൻ്റെ സ്മെല്ലിൻ്റെ കിട്ടി അറിയും അത് മരിച്ചിക്കണമെന്ന്. കാരണം ശരീരത്തിന് ചൂടണ്ട് പോണോടുകൂടി സ്മെല്ലിനും മാറ്റം വരും. എന്നിട്ട് ഈ മയ്യത്ത് കൊണ്ടുപോയി ഞാൻ പറഞ്ഞു അങ്ങനെ ഇവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ ഫ്രീസറിന് തുറന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ഫ്രീസറിൽ ഈ മയ്യത്ത് പുഴുക്കൾ ഇങ്ങനെ കുളു 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 അരിച്ചാണ്. ഒരു മനുഷ്യനെ അടുത്തൊക്കെ എടുക്കാൻ പറ്റുക. ഏതായാലും ആ മയ്യത്ത് എടുത്ത് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യാൻ വേണ്ടി വെച്ച് കുളിപ്പിക്കാൻ ഒരു മനുഷ്യനെ കിട്ടൂല. അവിടെ സാധാരണ കുളിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ അവരാരും അതിന് കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വരി നമുക്ക് കുളിപ്പിക്കാറ്. അങ്ങനെ ഞാൻ കയറി കാണ്ട് കുളിപ്പിച്ച്. എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഒക്കെ കിട്ടിയാൽ ഒരു എന്താ പറയുക, ഒരു ആവേശമാണ്. കാരണം കുറേ ത്യാഗം ചെയ്യുമ്പോഴാണ് പടച്ചോനടുത്ത് കുറേ കൂലി കിട്ടുക. കുറേ ത്യാഗം ചെയ്യുമ്പോൾ കുറേ കൂലി കിട്ടും. അത് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന കൂലിയ കാരണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് 2-3 വളണ്ടിയർമാരും കൂട്ടിയാണ് കയറി ചെന്ന് കുളിപ്പിച്ചൊക്കെ ഉണ്ട് കഴിഞ്ഞ് കഫൻ ചെയ്തിട്ട് കഴിഞ്ഞ് പഴിച്ചിട്ട് നിൽക്കാൻ പറ്റുക. ആ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണ്? എനിക്ക് ചീഞ്ഞ സ്മെല്ലൊക്കെ കിട്ടിയാൽ അപ്പം വിശക്കും, ഭയങ്കര വിശപ്പ്. ഞാൻ പറഞ്ഞു ഒരു വളണ്ടിയറോട് ചായ കൊണ്ട് വെച്ചു. അപ്പോൾ അങ്ങനെ ചായ കൊടുന്നുകാണ്ട് ഞാൻ ചായയും ഒരു പത്തിരി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തിന്നുന്ന സമയത്ത് എൻ്റെ കൈമക്കൂടി ഇങ്ങനെ പുഴുക്കൾ ഇങ്ങനെ അരിച്ചു. ഞാൻ അങ്ങനെ കാൽമക്കൂടിയും വരണ്ട്. ഞാൻ കാല് കണ്ട് ഇങ്ങനെ കൊട്ടി കൈ ഇങ്ങനെ ഉണ്ടാക്കി ഞാൻ ചായ ഇങ്ങനെ കുടിച്ചു. അപ്പം അവിടുന്ന് ആരോ ഒരാൾ പറഞ്ഞു, ഇതൊന്നും മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ജാതിയല്ല കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. SYSന്റെ വളണ്ടിയർമാരെ കൂട്ടത്തിൽ മനുഷ്യന്മാരെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റാത്ത ഇത്തരം കുറച്ച് വളണ്ടിയർമാരുണ്ട്. അവരുള്ളതുകൊണ്ടാണ് നിപ്പ വൈറസും കോവിഡും ഈ ജാതി ചീഞ്ഞ മയ്യത്തുകളും വന്നിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെപ്പോലെ ഒരു മയ്യത്തും വലിച്ചെറിയാതെ മട്ടും പോലെ ഇസ്ലാമികപരമായിട്ട് മയ്യത്തിനെ കുളിപ്പിച്ച് മറവ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് ഇങ്ങനെ മനുഷ്യന്മാരല്ലാത്ത കുറച്ച് സാധനങ്ങൾ അവിടെ ഉള്ളതുകൊണ്ടാണ്. ആ ജാതി കുറച്ച് സാധനങ്ങൾ എവിടെയും വേണം, നമ്മളെ ഈ നാട്ടിലും വേണം. വേണ്ടേ? വേണ്ടേ? നിങ്ങൾ ഈ പള്ളിക്കാട്ടിലേക്ക് സലാം പറഞ്ഞ മാതിരിയാക്കല്ലേ? വേണ്ടേ? വേണം. അതിന് നിങ്ങളൊക്കെ രംഗത്തിറങ്ങണം. അങ്ങനെ ഒരു പടുകൂച്ചൻ ടീം ഇവിടെ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ഒരു പെണ്ണിന്റെ പേരെടുക്കുന്നത് മുതൽ
ആ മനുഷ്യന് അപകടം പറ്റി വെള്ളത്തിൽ പോയി പാമ്പ് കടിച്ച് അങ്ങനെ ചീഞ്ഞും നാറി ഇങ്ങനെ കിടക്കുന്ന രൂപത്തിലുള്ള ആ മനുഷ്യനെ ശുശ്രൂഷിച്ച് അവരെ ജീവിതത്തിലേക്കും മരണത്തിലേക്കാണെങ്കിൽ മട്ടം പോലെ പറഞ്ഞേക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു മുഴുവൻ ട്രെയിനിങ്ങും ഞാൻ നിങ്ങൾക്ക് ഇവിടെ വന്ന് തരും. എത്ര ദിവസമാണെങ്കിലും ഏത് നട്ടപ്പാതിരക്കാണെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചോളി, ഞാൻ ഇവിടെ ട്രെയിനിങ് തരാൻ വരും. അതിനെ പറ്റിയ ടീമുകൾ ഇവിടെ നിന്ന് തരണം. എല്ലാം കൊണ്ടും കാര്യമില്ല, പൈസ തരാനൊക്കെ ചിലപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. നമ്മൾ കരുതി നമുക്ക് പൈസ ഉണ്ടാകില്ല. ഇപ്പം ഇവിടെ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഉള്ള വീൽ ചെയർ മുഴുവൻ ഉപയോഗത്തിലാണ്, ഇവിടെ ഉള്ള എയർബഡ് മുഴുവൻ ഉപയോഗത്തിലാണ്. എയർബഡിൽ ആരാ കിടക്കല്? പുറം പൊട്ടുന്ന ബേജാറുള്ള ആൾക്കാരാണ് എയർബഡ് കിടക്കുക. വീൽ ചെയറിൽ ഇപ്പം ഞാൻ നടക്കുമോ? അങ്ങനത്തെ അവസ്ഥ വരുന്ന ആളുകളാണ് അതിൽ കിടക്കുക. അപ്പം അങ്ങനത്തെ ആളുകൾക്കുള്ള വീൽ ചെയറും മറ്റുള്ള സംവിധാനം ഇപ്പം നിലവിൽ ഇവിടെ കുറച്ച് ഇല്ലാന്ന് തന്നെ കേട്ടത്. അപ്പം അതൊക്കെ വാങ്ങണം. ഇതൊക്കെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ഈ കണ്ട കാലം നമ്മൾ നയിച്ച് നമ്മളെ പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ മട്ടം പോലെ പോറ്റി പേരും പറമ്പൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കണമെങ്കിൽ നമ്മൾ ആഖിറത്തിലേക്ക് നമ്മൾ എന്തുണ്ടാക്കിക്കണേ? നമ്മുടെ ആഖിറത്തിലേക്ക് നമ്മൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഫവൈലുൽ മുസല്ലീൻ, പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹ് പറഞ്ഞാണത്. നിസ്കരിക്കുന്ന ആളുകൾക്കാണ് വൈലി എന്ന് പറഞ്ഞ നരകം. അല്ലദീന ഒരു കൂട്ടരാഹും ആരാ സാഹുൻ. ഉസ്താദുമാരുള്ള പർത്തം വെക്കൽ ഞാൻ എൻ്റെ പരിപാടി ഇതായതുകൊണ്ട് പറഞ്ഞുതരാണ്. അത് എന്തുകൊണ്ടാണ്? അവരുടെ നിസ്കാരത്തിലൊക്കെ അവർ അശ്രദ്ധരാണ്. നമ്മളെ നിസ്കാരമൊക്കെ അങ്ങനെ തന്നെ ഉള്ളൂ. നിസ്കരിക്കാൻ മര്യാദക്ക് ജുമയൊക്കെ എത്തലുണ്ടോ? മര്യാദക്ക് ജമാഅത്തിനെത്തണം. ഇനി ജുമയൊക്കെ എത്തിയാൽ തന്നെ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച 4 ആൾക്കാരുടെ കച്ചറോടി പള്ളിൻ്റെ ഉള്ളിൽ നിന്ന്. ജുമയൊക്കെ എത്തിയിട്ട് അവിടുന്ന് വാട്സപ്പ് ഇങ്ങനെ കളിച്ച. ഞാൻ പറഞ്ഞാൽ നിർത്തിക്കാളാറും. അപ്പം അവനോട് പറയണം തോണ്ടാൻ വന്നതാണ്. അപ്പം അവിടുന്ന് ആരോ പറഞ്ഞു സാധനത്തിലെ നൗഫല പേരി വന്ന് പണിയെടുക്കൂട്ടോ. അവിടുന്ന് ആരോ പറഞ്ഞാണ്. കാരണം നമ്മളെല്ലായിടത്തും ചെല്ലുവേ, നമുക്ക് ആ ബേജാറൊന്നുമില്ല. അപ്പം ആ നിലക്ക് നമ്മളെ നിസ്കാരത്തിൽ വരെ ഖുശൂഇല്ലാത്ത ആളുകളാണ്. ഈ നമ്മുടെ നിസ്കാരം അത് എത്ര സ്വീകരിച്ചു എന്ന് നമുക്കറിയില്ല. നേരെ മറിച്ച് നമ്മളൊരു ഉമ്മാനെ കുളിപ്പിക്കാൻ കൂടിക്കൊടുത്താൽ, നമ്മളൊരു മലമൂത്ര വിസർജനത്തിൽ കിടക്കണ ഉപ്പാനെ കുളിപ്പിക്കാൻ കൂടിക്കൊടുത്താൽ, ഒരു മുറിയിൽ കൂടി പുഴുക്കൾ വരണ്ടെങ്കിൽ അതിങ്ങനെ വൃത്തിയാക്കി കൊടുത്താൽ ആ രോഗിക്ക് കിട്ടുന്ന ഒരു സമാധാനം സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ ആ രോഗി പറയുന്നൊരു വാക്കുണ്ട്, എന്താരോ? പടച്ച റബ്ബേ എൻ്റെ കുട്ടീനെ ഇത് കാക്കണേ, ആ കുട്ടിക്ക് ഇത് കാവൽ നൽകണേ. അതൊരു വാക്കാണ്. അത് നമ്മൾ ഇഖ്ലാസോട്, നമ്മളിപ്പോൾ ആരെങ്കിലും ഒരു ആക്സിഡൻ്റ് ഉള്ളിടത്ത് തല മാത്രം കിട്ടുമ്പോൾ അതിപ്പോൾ 4 ആൾ കാണുന്നുണ്ടോ നോക്കി കുത്തിറക്കൂല. നമ്മളെ കുത്തിറക്കൂല. നമ്മളെ തല കിട്ടുമ്പോൾ ആ ഒരു സ്പിരിറ്റിൽ എടുത്തിട്ടാണ് ആ തലനെ കൊണ്ടുവയ്ക്കുക. അപ്പം അത് നമ്മൾ ഇഖ്ലാസോട് കൂടി ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പം ആ വിഷയത്തിന് റബ്ബിൻ്റെ അടുക്കുന്ന ഒരുപാട് പ്രതിഫലം കിട്ടും. അപ്പം നമ്മുടെ നാട്ടിലും നമ്മുടെ ഇതര നാട്ടിലും രോഗശയ്യയിൽ കിടക്കുന്ന ഒരാളും കുളിക്കാതെ നിൽക്കരുത്. അതെന്താണ് നിങ്ങൾക്ക് അതിൻ്റെ ഭവിഷ്യത്ത് അറിയാത്തത്? ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്ന ഈ രാജ്യത്ത്, ഉസ്താദ് എപ്പം നിർത്തട്ടോ, ഈ രാജ്യത്ത് നമ്മളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന പെണ്ണുങ്ങളും കുറേ ഉണ്ട്, ആണുങ്ങളും കുറേ ഉണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കുക രോഗശൈലിയിൽ കിടക്കുന്ന ഒരു രോഗിന്റെ അവസ്ഥ എന്താ? കിടന്നോൽക്കേ അറിയുള്ളൂ. നിങ്ങൾ കിടക്കപ്പായിലാണ് കുത്തനിട്ട തൂറ. ഞാൻ അതാ ഭാഷ മാറുന്നു പറഞ്ഞത് ആണ്. തൂറ ബൗത്രയ്ക്കും ചെയ്യുക. ഇത് വൃത്തിയാക്കാൻ ഒരാളില്ലാന്നുണ്ടെങ്കിൽ നമ്മളായി കിടന്നിങ്ങനെ ഉരുളന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതാണ് ഒരു രോഗിന്റെ അവസ്ഥ. അതറിയണമെങ്കിൽ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മുസീബത്തുണ്ട്. അതിൻ്റെ ഉമ്മമാർ പ്രത്യേകം കേൾക്കണം. നമ്മളെ വീട്ടിലെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ഭർത്താക്കന്മാർക്ക് തലേന്ന് വരുന്നൊരു കോളുണ്ട്. നോക്കിന്നേ, നിങ്ങളെവിടെ? നാളെ അമ്മായിൻ്റെ കുട്ടീൻ്റെ കല്യാണമാണ്, നിങ്ങൾ വരുമ്പോൾ ഒരു ലാർജ് പമ്പേഴ്സ് കൊണ്ടുവരണ്ടിട്ടോ പറയും. പറയാറില്ലേ? എന്നിട്ട് ആ പമ്പേഴ്സ് കൊണ്ടിട്ട് ഈ കുട്ടിക്ക് കെട്ടിക്കൊടുക്കാനും ചിലപ്പോൾ നമ്മളെ അമ്മമാർ നമ്മളെ മുന്നിലേക്ക് വെക്കാറുണ്ട്. ഇല്ലേ? എന്തിനാണ് പമ്പേഴ്സ് കെട്ടുന്നത്? ഇതേ പറയണെന്താ വെച്ചാൽ രോഗിക്ക് വരുന്ന അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനാണ്. എന്തിനാണ് ഈ പമ്പേഴ്സ് കെട്ടുന്നത്? രാവിലെ അമ്മായിൻ്റെ പെരേക്ക് പോണ കുട്ടി മൂത്രം ഒഴിക്കണതും തൂർണതും, അങ്ങനെ പറയാം, ഇത് രണ്ടും നമ്മളെ മേത്തേക്ക് ആകാതിരിക്കാനും ഇവരെ നമ്മളെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ കൊണ്ടുപോയിക്കാണ് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അടങ്ങാറാക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ സാധനം നമ്മൾ ആർക്ക് കെട്ടി കൊടുക്കണത്? കുട്ടികൾക്ക് കെട്ടി കൊടുക്കണേ അല്ലേ? ഇത് കെട്ടിക്കൊടുത്തിട്ട് രാവിലെ 8 മണിക്ക് അമ്മായിൻ്റെ പെരേത്തെ കല്യാണത്തിന് പോയാൽ പുതിയാപ്പിളും പുതിയെണ്ണ ഒക്കെ പോയി കഴിഞ്ഞ് വന്നാൽ രാത്രി 9 മണിക്കാണ് എവിടേക്കെത്തുക? നമ്മളെ പെരേക്കെത്തുക. ഇന്ന് ഒരൊറ്റ പുതിയാപ്പിളാരെ മുന്നേക്കും കുട്ടികളെ പമ്പേഴ്സ് ഒന്ന് അയച്ചെടുത്താളെന്ന് പറഞ്ഞ ഒരാളും വരലില്ല കേട്ടോ.
ഒരാളും വരില്ല. കാരണം എന്താണ്? അയച്ചു കൊടുത്താൽ പിന്നെ നിങ്ങൾ വാങ്ങിക്കൊടുക്കൂല. എന്തേ കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ആ കുട്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ മലമൂത്ര വിസർജനം നടത്തിയത് മുഴുവയില്ല ഈ പമ്പേഴ്സിലാണ്. നമുക്കൊരു ബുദ്ധിമുട്ടില്ല. എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ അങ്ങ് നടക്കുന്നിട്ട് ആലോചിച്ച് നോക്കണം. ഇത് കുട്ടി പറയാനുള്ള പ്രാപ്തത കുട്ടിക്ക് എത്തിയിട്ടില്ല. എന്നിട്ട് ഈ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുട്ടികൾ വരും യൂറിൻ ഇൻഫെക്ഷൻ ആണ് പോലെ. ഈ അങ്ങനെ ഇല്ലാതൊക്കെ തീട്ടും മൂത്രം പെട കിടന്ന് കാണും പമ്പേഴ്സ് കിടന്നിട്ട് അങ്ങോട്ട് തന്നെ കയറ്റിയല്ലേ. ഇനി അതിന്റെ ബുദ്ധിമുട്ടറിയണമെങ്കിൽ നിങ്ങളൊക്കെ രാവിലെ പെരുന്ന് പുറത്തിറങ്ങുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. നിങ്ങൾ രാവിലെ ഇറങ്ങുന്ന ഷെഡിയിൽ നിങ്ങളെ തൂറി നിങ്ങൾ മരം മൂത്രം ഒക്കെ നടത്തിക്കോളി. എന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ നടന്നാണി. നല്ല രസമുണ്ടാവും കാണാൻ. അല്ലാതെ തന്നെ ആയാൽ തന്നെ നമ്മൾ വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നാൽ നമ്മളെ അവസ്ഥ എന്ന് അറിയണോ? നമ്മളെ ഫാനൊക്കെ അയച്ചു കാണും ഇതിലൊക്കെ ഇതാക്കിയ ഒരു ക്രീം ഇങ്ങനെ കിട്ടും നമുക്ക് കൈമക്ക്. ഇതാണ് ആ മനുഷ്യന്റെ അവസ്ഥ. ആ മനുഷ്യൻ അതേ സംവിധാനം സ്വന്തം ബാപ്പ സുഖമില്ലാതായി കിടക്കുമ്പം, സ്വന്തം ഉമ്മ സുഖമില്ലാതായി കിടക്കുമ്പോ, നമ്മളൊക്കെ ഈ വലുപ്പത്തിൽ തീറ്റിപ്പോറ്റിയവനെ നമ്മളെ മാതാപിതാക്കൾക്ക് കൊടുക്കണ ഒരു കൂലി എന്താ? കിടക്കട അവിടെ അതൊക്കെ പമ്പേഴ്സ് ഇട്ടരാ, തൂർന്നത് മുണ്ടരുത്, പാത്രത് മുണ്ടരുത് എന്ന് പറയുന്നിടത്തേക്ക് നമ്മളെത്തി. എത്ര നേരം ഉണ്ടായാലും നമ്മളെ ഉമ്മാന്റെ മേത്തേക്ക് നമ്മൾ എത്ര തൊള്ളിക്ക് മൂത്രം വെച്ചാലും ആ അമ്മ നമ്മൾ ഇന്ന് വരെ വലിച്ചിട്ടില്ല. ആ കാലത്ത് നമുക്ക് പമ്പേഴ്സ് ഇല്ല. ആ ഉമ്മാന്റെ മേത്തെ കൂടി നമ്മളെ തൂറിയിട്ടുണ്ടെങ്കിൽ ആ ഉമ്മ നമ്മളിതുവരെ വലിച്ചിട്ടില്ല. എന്നിട്ട് ആ ഉമ്മാക്ക് കൊണ്ടുപോയിട്ട് കിടക്കപ്പായി കൊണ്ടുപോയിട്ട് നമ്മൾ വൃത്തിയാക്കാൻ മടിച്ചിട്ട് നമ്മൾ ആ ഉമ്മാക്ക് കൊണ്ടുപോയിട്ട് എന്തിനെ 19-20 വയസ്സ് വരെ ഇന്ന മട്ടം പോലെ നോക്കിയില്ലമ്പങ്ങള്, അതുകൊണ്ട് നിങ്ങൾ തീട്ടത്ത് കിടക്കി, നിങ്ങൾ മൂത്രത്തിൽ കിടക്കി എന്നുള്ളടത്തേക്ക് നമ്മൾ അതപ്പതിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെ അസുഖബാധിതരായി കിടക്കണുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ അസുഖവും പെട്ടെന്ന് ശിഫ നൽകട്ടെ. അങ്ങനെ കിടക്കണുണ്ടെങ്കിൽ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഒരാൾക്കും നിങ്ങൾ പമ്പേഴ്സ് കെട്ടിക്കൊടുക്കരുത്. നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ ഉപ്പയാണ്. ഞാൻ എത്ര തിരക്കാണെങ്കിലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് 3 മണിക്ക് 4 മണിക്കാണ് ഞാൻ ഇനിയിപ്പോൾ ഇവിടുന്ന് പരിപാടി കഴിഞ്ഞാലും ഞാൻ പോകുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ്. എനിക്ക് ഇന്ന് അവിടെ ഡ്യൂട്ടി, ഇനിയും ഡ്യൂട്ടിയാണ്. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ സുബീസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയതാണ്. എൻ്റെ ഡ്യൂട്ടി എന്താണ്? ഉച്ചക്ക് ഞാൻ താടിയും മുടിയും ഗുഹ്യരോമങ്ങളും വൃത്തിയാക്കി കൊടുക്കണ്ട ആരുമില്ലാത്ത 10ഓളം രോഗികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ 7-ാം വാർഡിലും 6-ാം വാർഡിലും 9-ാം വാർഡിലും 2-ാം വാർഡിലും കിടക്കുന്നുണ്ട്. ഓല മുടി ഇന്ന് വെട്ടാന്ന് പറഞ്ഞതാണ്. ആ സന്തോഷത്തിൽ നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. നീ ഇവിടുന്ന് ചെന്നിട്ട് വേണം എനിക്ക് ആ പണിയെടുക്കാൻ. ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. ഓരോ മനുഷ്യനുണ്ട് പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു സേവനുണ്ട് മക്കളെ. അതിന് വില മതിക്കാനും വില കൽപ്പിക്കാനും ഒരാൾക്കും കഴിയൂല, ഒരാൾക്കും കഴിയില്ല. എന്നോട് പിന്നെ ഇവിടുന്ന് ഭക്ഷണം വേണം വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് നൈറ്റിൽ ഉറക്കില്ല. എനിക്ക് ഇനി 3:30-4 മണിക്കാണ് ഞാൻ വീട്ടിൽ എത്തുക. 3-3:30 മണിക്ക് 4 മണിക്ക് വീട്ടിൽ എത്തി. എൻ്റെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഉറങ്ങാൻ പാടില്ല എന്നാൽ എല്ലാവരും പറയാം. ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞാലോ ഉറങ്ങല് 6 മണിക്കണ്ട് ഉറങ്ങും, 7:30 മണിയാകുമ്പോഴത്തേനും നീച്ചു അടുത്ത ഡ്യൂട്ടി. അതൊരു സ്പിരിറ്റാണ്. എൻ്റെ തടിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉമ്മക്കും ബാപ്പക്കും പമ്പേഴ്സ് കെട്ടിക്കൊടുക്കുന്ന ആരെങ്കിലും നമ്മളെ കൂടുതലുണ്ടെങ്കിൽ ഇന്ന് മുതൽ അത് ഒഴിവാക്കണം. മക്കൾക്ക് നിങ്ങൾ പമ്പേഴ്സ് കെട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തിവെക്കണം. കാരണം നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കും കെട്ടിത്തരൂല എന്നുള്ളതിന് ഒരു ബേജാറുകളാണ്. നിങ്ങൾ കെട്ടിക്കണം, നിങ്ങൾക്ക് നാളെ കിട്ടും. അപ്പം സാന്ത്വനത്തിൻ്റെ ഫീൽഡിൽ നമ്മൾ എല്ലാ ആളുകളും വൃത്തിയായിട്ട് കൊണ്ടുനടക്കുക. ഇപ്പം ഞാനൊരാളെ തണ്ടാമ്പരലിൻ്റെ ഉള്ളിൽ പുഴി ഇങ്ങനെ അരിച്ചിട്ടുണ്ടാറ്. അപ്പം ഈ ചില ആൾക്കാർക്കുണ്ട് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ അങ്ങനെ നോക്കും. ഒരു അസുഖമാണ്. അങ്ങനെ ഞാനൊരു ദിവസം എന്ത് ചെയ്ത് ഈ മനുഷ്യനെ പുഴുക്കളിങ്ങനെ ചാടുക. അപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ട് കാണുക തോണ്ടി. അപ്പോൾ തോണ്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിക്കൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ കൈയൊന്ന് ഉള്ളിൽ കണ്ടു. ഉള്ളിൽ കണ്ട് വലിച്ചു കാണാൻ നോക്കുമ്പോൾ ഒരു 250 ഗ്രാം പുഴുക്കൾ എനിക്ക് അയാളെ മസിലിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി. ഞാനത് കവർക്കാക്കി. ഈ വീഡിയോ ഞാൻ ഇവിടെ ഇട്ടു, ഫേസ്ബുക്കിലിട്ടു. അപ്പോൾ അത് ആരോ ചോറ് കഴിച്ചിട്ടുള്ള സമയത്താണ് എന്ത് ചെയ്തത്, ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതേത് ഈ പുഴുക്കളങ്ങനെ കാലിൻ്റെ തൊടൻ്റെ ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കാണ്ട് ഞാൻ അങ്ങനെ കുളു അങ്ങനെ ഇട്ട് പുഴുക്കളിങ്ങനെ അറിയാം. അപ്പോൾ ഇതിൽ കണ്ടപ്പോൾ പിന്നെ ചോറ് ഓക്കാനിച്ചിട്ട് പറഞ്ഞു അതിൻ്റെ അടിയിൽ ഇനി മേലാൽ ഫേസ്ബുക്കും വാട്സപ്പും ചോറ് കഴിക്കണ സമയത്ത് ഞാൻ തുറക്കുന്നതല്ല. കാരണം നല്ല രസമുള്ള ഇതാണ്. നേരെ പക്ഷേ നമ്മളെ മുന്നിൽ കഴിഞ്ഞപ്പോൾ നിങ്ങൾ എങ്ങനെ വന്നാലും നമുക്ക് ഭക്ഷണം ഉണ്ട്, നമ്മളെ പൈസ തോന്നും കിട്ടും. കാരണം നമുക്കത് ചേരായതാണ്.
അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനുള്ള ഒരു ദിവസമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിവെക്കണം. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സമൂഹത്തിനും പൊതുസമൂഹത്തിനും പ്രത്യേകിച്ച് നിങ്ങളുടെ ആഖിറത്തിനുള്ളൊരു മുതൽക്കൂട്ടാണ് എന്ന ഒരു ഉത്തമ ബോധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ പ്രസംഗം ഉസ്താദിനോടും പറയാനുള്ളത്, നിങ്ങളെപ്പോലത്തെ ഉസ്താദ്മാരും പേരോട് ഉസ്താദ്, നയീം ഉസ്താദ്, നിങ്ങളൊക്കെയാണ് ഞങ്ങളെ ഉറക്കൂളിക. അപ്പം നിങ്ങളാരും ഭയന്ന് നിർത്തരുത്, നല്ലോണം പറയണം. കാരണം രാത്രി 1:30 മണിക്ക് കോഴിക്കോട് നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഉറക്കുളിക ആയിട്ട് നിങ്ങളെ വയലാണ്ട് ഇടും. അപ്പം നിങ്ങളെ വയലിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഞങ്ങളെ കുറ്റം പറയില്ല. നിങ്ങളെ വയലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങളെ വയലിൽ കറക്റ്റായിട്ട് ഇൻട്രസ്റ്റിൽ കേൾക്കണമെങ്കിൽ സബ്ബ് വേണം, അപ്പോഴേ രസമുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ ആംബുലൻസിൽ സബ്ബും കൂടി വാങ്ങി വെച്ചു. അപ്പോൾ എനിക്ക് മട്ടായി ഉറക്കില്ല, നല്ല ക്ലിയറാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഉറക്കുളികയാണ് ഇവരൊക്കെ. ഇവരൊക്കെ ദുആ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും നടക്കും. ഈ രാജ്യത്തുള്ള ഉലമാക്കളെയും ഉമറാക്കളെയും ദുആ ഞങ്ങൾക്കുണ്ടോ, സാന്ത്വന പ്രവർത്തകർക്ക് കിട്ടുന്നിടത്തോളം കാലം ദുനിയാവിൽ ഒരൊറ്റ മനുഷ്യനും ചീഞ്ഞു കിടക്കൂല, ഉറപ്പാണ്. ഒരു മയ്യത്തും വലിച്ചെറിയില്ല, ഉറപ്പാണ്. ഞങ്ങൾ എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ബേജാറില്ല. ഒരാലിമിൻ്റെ പടം ഞങ്ങളെ സാന്ത്വനം വളണ്ടിയർമാരെ ബാക്കിലുണ്ടെങ്കിൽ ഞങ്ങളെ പവർ അത് തന്നെയാണ്. ദുനിയാവിൽ ഒരു ആപത്തും ഞങ്ങൾക്ക് വരൂല എന്നുള്ള നല്ല വിശ്വാസത്തോടു കൂടി ഇൻഷാ അല്ലാഹ് ഇവരൊക്കെ ദുആയാണ് ഞങ്ങളുടെ ഉറക്കൂളിക. ഞങ്ങളെ വെല്ലൂർക്കൊക്കെ പോകുമ്പോൾ ഉസ്താദിനെ പോലത്തെ ആൾക്കാരെ വയനാട് ഇട്ടാൽ ഞങ്ങൾ അവിടെ തിരിച്ചിങ്ങനെ വരുമ്പോൾ ആരും ഉണ്ടാവില്ല. അങ്ങോട്ട് പോകുമ്പോൾ പേഷ്യൻ്റ് ഉണ്ടാവും. അപ്പോൾ ആ പേഷ്യൻ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താവും, വയലിടാൻ പറ്റില്ല. ഇങ്ങോട്ട് വരുമ്പോൾ നല്ല സൗണ്ടിലിടാം, കാരണം എന്താ വെച്ചാൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്ര പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ കുറേ പറയും, കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്ന ആളാണ്, ക്ലാസ് കൊടുക്കുന്ന ആളാണ്. അപ്പം എന്താ വെച്ചാൽ ഈ പ്രസംഗം വലിയ ശൈലിയില്ല. ഇൻഷാ അല്ലാഹ് ഉസ്താദിനോടൊക്കെ ദുആ വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ ഭാഷണം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.